كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. ഭീകരമായ ആയത്താണിത്. ഓരോരുത്തരെയും പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരും. അവൻ അകമ്പടി സേവിച്ചുകൊണ്ട് സായിക്കും ഷഹീദ്. ഒരു ഡ്രൈവറും ഉണ്ടാകും, ഒരു സാക്ഷിയുമുണ്ടാകും. എന്താ സായിക്കെന്ന് പറഞ്ഞ അർത്ഥം എന്താ? സായിക്കെന്ന് എന്താ സായിക്കെന്ന് പറഞ്ഞ പടച്ചോനെ ഇവിടെ ഉംറ വിസയിൽ പോയവരില്ല പടച്ചോനെ. സായിക്ക് ഡ്രൈവർ, സായിക്ക് ഹൗസ് ഡ്രൈവർ. സായിക്കെന്ന് പറഞ്ഞാൽ ഡ്രൈവർ ഉണ്ടാകും. പരലോകത്ത് എന്താ കുട്ടിയെ ഡ്രൈവർ? സായിക്കെന്ന് പറഞ്ഞാൽ പണ്ട് വാപ്പയൊക്കെ കാള പൂട്ടി നടന്ന സമയമുണ്ട്. അന്ന് കാളയെ ഓടിക്കാരുടെ തൊളിക്കാരനുണ്ട്. കാളയെ പുറകിന് ചാറുകൊണ്ടടിക്കുന്ന ആള്. കാള വയലിൽ പൂട്ടുമ്പോഴേ പൂട്ടാതെ കാള ഇങ്ങോട്ട് പുറകോട്ട് വലിക്കും. അപ്പൊ കയ്യിരിക്കുന്ന ചാട്ടവാറ് കൊണ്ടടിക്കും. അതിനെന്താ പറയാ? കാളയെ തെളിക്കുന്ന ആൾക്ക് തെളിക്കാരനല്ലേ പറയാ? കാട്ടുപൂട്ടുകാരൻ, കാളപൂട്ടുകാരൻ, കന്നുകൂട്ടുകാരൻ. ആ വഫി റിവായത്തിന് കന്നുകൂട്ടിക്കാരൻ. എന്താണെങ്കിലും ആകട്ടെ ിന്റെ കഥയാ, ഇത് അബ്ദുല്ലാദിയുടെ കഥയാ, ഇത് അബ്ദുസലാമാദിയുടെ കഥയാ, ഇത് അസ്രദാദിയുടെ കഥയാ, ഇത് ഓരോ ചെറുപ്പക്കാരന്റെ കഥയാ. മോനെ പടച്ചറപ്പിന്റെ മുമ്പിലേക്ക് സായിപ്പും ഷഹീദുമാരാ. അത് മറ്റാരുമല്ല, ഞാൻ ആദ്യം പറഞ്ഞെടുത്തേക്ക് തിരിച്ചു നടക്കാന്. അവര് രണ്ടുപേരും കൂടി വലിച്ചടച്ച് റബ്ബിന്റെ മുമ്പിൽ കൊണ്ടുവരും. നമുക്കറിയുമല്ലോ, കാളയെ പൂട്ടാൻ കൊണ്ടുപോകുമ്പോ കാള മടി കാണിച്ചിട്ട് പുറകോട്ട് നിൽക്കുമ്പോ ആ സമയത്ത് കന്നുകൂട്ടുകാരൻ കൈയെടുക്കുന്ന ചാട്ടവാറ് കൊണ്ടാണെടുക്കും. നടക്കുകാളെ ഇതുപോലെയല്ലയോ പടത്തറപ്പിന്റെ മുമ്പിൽ കത്തിക്കാളുന്ന നരകം കാണുമ്പോ ആ നരകത്തിന്റെ തീ കണ്ടിട്ട് പുറകോട്ട് വലിക്കുമ്പോ കയ്യിലിരിക്കുന്ന ചാട്ടവാറ് കൊണ്ട് മലക്കുകൾ പുറത്താനടിക്കില്ലേ? ഇത് ചാട്ടവാറാ. വലഹും മഖാമിഉ ഹദീദ്. അവരുടെ കയ്യിൽ ഇരുമ്പിന്റെ ചാട്ടവാറാണ്. പടത്തറപ്പിന്റെ മുമ്പിൽ നിൽക്കാപ്പെട്ടാറ് അവിടെ കിടന്ന് പുറകോട്ട് വലിക്കുമ്പോ കയ്യിലിരിക്കുന്ന ചാട്ടവാറ് കൊണ്ട് വടിച്ചടിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ അല്ലാഹു പറയുമത്ര ഖുദൂഹു ഫഗുല്ലൂ ഉമ്മൽ ജഹീമ സല്ലൂ. നിങ്ങൾ ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. നരകത്തിലേക്ക് വലിച്ചെറിയുക. എന്താ നരകം? എന്താ നരകം? നരകത്തറിയുന്നത് അത് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് സലാത്ത് ചൊല്ലി നമുക്ക് ബാക്കി സ്വർഗമൊക്കെ കളിപ്പുറത്ത് വരുമ്പോൾ പറയാം. സ്വർഗവും നരകവും കൂടെ പറയാനുള്ള സമയമില്ല. പേര് പറഞ്ഞു നരകം പറഞ്ഞാൽ സ്വർഗം പറയാം. അതങ്ങ് പുനത്തിൽ കുഞ്ഞത്തുള്ളായിട്ട് പറഞ്ഞാൽ മതി. സ്വർഗം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടം, നരകം കേൾക്കാൻ. ആ നരകത്തെക്കുറിച്ച് പറഞ്ഞാലേ ഒരു പേടി ഉണ്ടാവും. എന്നാൽ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമെന്താ? റബ്ബിനോട് പറയണം, അല്ലാഹുവേ എത്ര സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാലും സ്വർഗമെന്ന് പറഞ്ഞാൽ എന്താ? അതൊരു വല്ലാത്ത സ്വർഗമാണ്. അതൊരു വല്ലാത്ത സ്വർഗമാണ്. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ അതിലെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം ലഭിച്ചാൽ പിന്നെ ഈ ദുനിയാവിലേത് സങ്കടത്തിനാണ് സ്ഥാനമുള്ളത്. നമ്മൾ ഹോട്ടലിൽ കയറുമ്പോ വലിയ വലിയ ഹോട്ടലുകളുണ്ട്. ആ ഹോട്ടലിൽ കയറുമ്പോ വലിയൊരു ഖുർആനേക്കാൾ വലിയൊരു മെനു കൊണ്ടുവന്ന് വരും. ഇപ്പൊ പണ്ടൊക്കെ ഒരു ചായക്കട കയറിയ കപ്പയും പുട്ടും കടലയും അപ്പവും കിഴങ്ങേറി, പിന്നെ പൊറോട്ട ഇറച്ചി, 3 കൂടുതൽ 4 ഇല്ല. ഇപ്പൊ ഓരോ തട്ടുകട കയറിയാലും ചിക്കൻ അറബി പേരാ. ചിക്കൻ അൽഫാം, ചിക്കൻ ഷവായി, ചിക്കൻ കഫ്സ, ചിക്കൻ മജ്ബൂസ്, ചിക്കൻ മദ്ബൂസ്, ചിക്കൻ മുഖാലബത്തുൽ ഹവാദിസ്, ഖിയാമുൻ ബിനഫ്സ്, ഇറാദത്ത് സമ്മ ബസർ. എല്ലാ സാധനവും എല്ലാത്തിനും അറബി പേരാ. ആ സാധനം അവിടെ കയറുമ്പോൾ ഈ സാധനം ഉണ്ടാക്കണമെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ആയിട്ട് ഓർഡർ ചെയ്ത് അവനവന്റെ വിശപ്പും കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞ് കിട്ടുള്ളൂ.
അപ്പൊ ഹോട്ടലിൽ ഒരു ഏർപ്പാടുണ്ട്. ഇപ്പൊ പുതിയ ഹോട്ടലിൽ അതിന് മുമ്പ് ഒരു സ്റ്റാർട്ടർ തരും, ഒരു സൂപ്പ്, അല്ലെങ്കിൽ ആ ഹോട്ടലിന്റെ ഒരു ഫേവറേറ്റ് ഒരു സ്റ്റാർട്ടർ. മെയിൻ മെനു വരുന്നതിന് മുമ്പ് ഇത് ഉണഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. നിങ്ങൾക്ക് അങ്ങനെയല്ല. നിങ്ങൾക്ക് ആ ചാപ്പാടിന്റെ കളി അറിയാത്തത്. എന്റെ പ്രിയപ്പെട്ട മലബാറുകാരെ, നിങ്ങൾ കുഞ്ഞിപ്പത്തല് കൊണ്ട് ഉത്സവം തീർത്തവരാണ്. നിങ്ങൾ റമദാനിന്റെ വിഭവങ്ങളെ നിറച്ചവരാണ്. നിങ്ങൾ കേരളത്തിന്റെ തീന്മേശയിൽ തീൻ വിഭവങ്ങളുടെ കൊതിയൂറുന്ന നറുതി കൊടുത്തവരാണ്. നിങ്ങളോട് പറയാ, ഏറ്റവും വലിയ മുട്ടസുറുക്കയും മുട്ടപ്പത്തലും കുഞ്ഞിപ്പത്തലുമൊക്കെ അമ്മായിയുടെ പാഠ്യനാഥത്തിൽ ഇവിടെയാണ്. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി. ആ പാട്ടിലാണ് മുട്ടസുറുക്ക, മുട്ടലുവ, നെയ്യലുവ. ഇത് കേട്ടിട്ട് വെള്ളം ഊറാടല്ലാണ്ട് നമ്മുടെ അമ്മായിയും ഇതൊക്കെ തന്നിട്ടുള്ളതാണ്. ആ രുചിയുറന്ന വിഭവങ്ങളുടെ കഥ പറയുന്ന മലബാറുകാരെ, നാളെ സ്വർഗത്തിനും ഇതേപോലെയാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, നബിയേ, സ്വർഗത്തിലോട്ട് കയറിയാൽ ആദ്യം തരുന്ന ഭക്ഷണം ഏതാണ് നബിയേ? മുത്തറസൂലിന്റെ മറുപടി വന്നു, സഹാബ, ആദ്യം കിട്ടുന്ന ഭക്ഷണം പൊരിച്ച മീനിന്റെ കരളാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആദ്യം കിട്ടുന്നത് പൊരിച്ച മീനിന്റെ കരളാണ്. അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മെയിൻ മെനു വരുന്നത്. നിനക്കിട്ടപ്പുള്ള ഇറച്ചിയുണ്ടവിടെ. മട്ടനാണോ? മട്ടനുണ്ട്. ബീഫ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. ബീഫ് ഇഷ്ടമുള്ളവർക്ക് മട്ടനില്ല, മട്ടൻ ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ തരട് കഴിക്കില്ല. സ്വർഗത്തിൽ ഇത് അങ്ങനെയല്ല. വല്ലഹുമി തൈരിന് നീ ആഗ്രഹിക്കുന്ന സർവ്വ ഇറച്ചിത്തരങ്ങൾ സ്വർഗത്തിലുണ്ട്. വാക്കികത്തിന് കസീറ, ഏറ്റവും നല്ല പഴവർഗ്ഗങ്ങളുണ്ട്. അതിലുണ്ട് മുന്തിരി, തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം പിന്നാനും. ഞാനിത് വിശദീകരിക്കുന്നില്ല. സ്വർഗം തളിപ്പറമ്പിൽ വിശദീകരിക്കും, അല്ലെ രണ്ടും കൂടെ തീരുമില്ല. എത്ര വിശദീകരിച്ചാലും അള്ളാഹുവോട് പറയാനല്ല പറ്റൂ. അള്ളാഹുവേ, സ്വർഗം എത്ര സുഖത്തിന്റെ കര പറയാണെങ്കിലും മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്. കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് എന്ന് പറയും. അള്ളാഹിനോട് പറയും, പണമില്ല റബ്ബേ. ഞാനിപ്പോ ഇതാണ് അൽമവാഹിബുൽ ജലിയ. ഇതൊക്കെ വീട്ടിൽ വെച്ച് പഠിക്കുക. പെണ്ണിന് ചന്തം കുറവാണ്, മറ്റൊരുത്തനെ പറയണ പാട്ടല്ലിത്. ഇത് അവനവന്റെ ആഖിറത്തിന്റെ വെളിച്ചത്തിന്റെ പാട്ടാണിത്. തഴവാ മുഹമ്മദ് കുഞ്ഞ് മൗലവി മരിക്കുന്നതിന് മുമ്പ് തനിക്കുള്ള കബറ് കുടിച്ചു വെച്ചിട്ട് ജീവിച്ചിരുന്ന മഹാൻ. അൽമവാഹിബുൽ ജലിയ വീട്ടിലുള്ളവരെന്ന് ദൈവം. അല്ലാഹു അക്ബർ ലാ കബീറ സിവാഹു. രണ്ടുപേർ തൻസീർ പുത്തുപറമ്പിന്റെ പാട്ടുള്ള മൊബൈലുകാരൊക്കെ കൈവക്ക്. അവനോട് ചീത്തപ്പേര് കളയണ്ട, ഉള്ള ചീത്തപ്പേര് കളയണ്ട. എത്ര നല്ല സതുപദേശമാണ് ഖബറെന്ന് കേട്ടാൽ ദർശനം നേട്ടേണ്ടതാ. കണ്ടാലുടനുമാ വിട്ടു നീ കരയേണ്ടതാ. രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പേ ഉമ്മയും മക്കളും കൂടി ഇരുന്നിട്ട് ഇതിന്റെ 4 വരെ കവിത പാടിയിട്ട് കിടന്നുറങ്ങിയാൽ പിന്നെ ജീവിതത്തിൽ തെറ്റിലേക്ക് പോകുന്ന പ്രശ്നമില്ല. ഒടുക്കത്തെ സീരിയലും കണ്ട് കിടന്നുറങ്ങിയവളെ ഉമ്മയും മക്കളും കൂടെ ഇരുന്നിട്ട് മക്കളെ കൊണ്ട് പാടിപ്പിക്കണം. എത്ര സതുപദേശങ്ങൾ. പരദ്രോഹിയെ നീ കൂട്ടിനായി പിടിക്കണ്ട, പാമ്പപ്പെടും പടിക്കുള്ളിലാ മറക്കണ്ട. കഴിവാസ്ഥാട് പറയാത്തൊന്നുമില്ല. പള്ളിക്കമ്മറ്റിക്കാരെ ഉമറാക്കൾ അധികവും വിവരമില്ലുവാന, ജലാശയം ഭരിക്കുന്നതിന്നണ്ണാന. എല്ലാ ഖത്തീബുമാർക്കും വലിയ സന്തോഷം. ഖത്തീബുമാരെ കുറിച്ചുകൊണ്ട് അതിന്റെ താഴെ കുത്തബാക്കളുണ്ട് കാണാനതെത്രൊരു സുമുഖന, അടുത്തൊന്നു നോക്കാം റബ്ബന പണിയങ്ങന.
എല്ലാരെയും ഒരേപോലെ ലോകത്തോട് പറഞ്ഞുകൊടുത്ത കടവാ മുഹമ്മദ് കുഞ്ഞു മൗലവി മനസ്സുണ്ടെങ്കിൽ പറഞ്ഞ റബ്ബേ സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആഗ്രഹമുണ്ട്, പക്ഷേ പണമില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്കു നീയൊരു മന്നാനെ, അതിലേക്കു നീയൊരു കയ്യൊന്ന് പൊക്കിയിട്ട് ആമീൻ പറ, അതിലേക്കു നീയൊരു ഉറക്കം പോട്ടെ കയ്യൊന്ന് പൊക്ക്, കയ്യൊന്ന് പൊക്കിപ്പിടി, റബ്ബിനോട് ചോദിക്ക റബ്ബേ അതിലേക്കു നീയൊരു മന്നാനെ, അതിലേക്കു നീയൊരു മന്നാനെ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനെ. സ്വർഗത്തിലേക്കുള്ള പാസ് തരാൻ ഏത് സുൽത്താൻ വിചാരിച്ചാലും കഴിയില്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കഴിയില്ല, ദുബൈയുടെ കിരീടാവകാശിക്കും കഴിയില്ല, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനെ. അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ, അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ, അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. മറുഭാഗത്ത് നരകമാണ്. ഇരട്ടായത്തോടെ നമ്മുടെ വിഷയം അവസാനിക്കും. അവസാനത്തെ ദുആയിൽ നമ്മൾ പോകുന്നു. ചെല്ലണ്ടാവൂലേ ഒറ്റ ആയത്ത് ഖുർആൻ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്ര മണിക്ക് നമ്മൾ തുടങ്ങി? 9:30 ഡോക്ടറുടെ കർശന നിർദ്ദേശമാണ് 2 മണിക്കൂർ കൂടുതൽ പ്രസംഗം. ഇടയ്ക്കൊരു സൗണ്ട് എന്റെ പോയിരുന്നു, ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷൻ വേറെ ഒന്നില്ല, ആരോഗ്യ വന്നു ദീർഘാക്ക് തൊണ്ട ക്യാൻസർ വന്നു. എന്താ ആഘോഷമോ ലോകം, തമാശ. എന്നോടൊരു ഉസ്താദ് ഒരിക്കൽ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, വാക്കവി അള്ളാഹു ശിഫ തരട്ടെ കുട്ടിയെ. ഞാൻ എന്താ ഉസ്താദ്, പൊന്നുമോനെ നിനക്കിന് വന്നല്ലോ. ഞാൻ എന്താ ഉസ്താദ്, എന്നോടൊരാൾ വന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാൻ അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കട്ടെ, അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കട്ടെ. പക്ഷെ ഒരാൾ വീടുമ്പോ സന്തോഷിക്കരുത്. അഡ്ലസ് രാമചന്ദ്രനെ കടവായപ്പോ ആളുകളങ്ങ് ആഘോഷിച്ചു, എന്നാൽ ആ മനുഷ്യൻ രക്ഷപ്പെടട്ടെ എന്ന് ദുആ ചെയ്യാൻ. അഡ്ലസ് രാമചന്ദ്രൻ രക്ഷപ്പെടട്ടെ, അമീമ്പറ മനുഷ്യന്മാരെ. കാരണം അയാളെ കൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേർ സ്ഥാപനത്തിലുണ്ടാവും. അയാൾ നന്മ ചെയ്തിട്ടുണ്ടാവാം, ഒരാളുടെ വീഴ്ചയിൽ സന്തോഷിക്കുന്നവൻ മുസ്ലിമാണ്. സൗണ്ട് ഒന്ന് പോയി, ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു. ഡോക്ടർ പറഞ്ഞത് വോക്കൽ കോഡ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഇരിക്കുക, സംസാരിക്കുമ്പോൾ ഇങ്ങനെ അടിക്കും. ഇത് അടിക്കണതിനൊരു പരിധി. എന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ പിന്നെ അത് അടിച്ചോണ്ടേയിരിക്കും, പിന്നെ അടിച്ചിട്ട് വിടൂല, അമ്മാതിരി സൗണ്ടാ. എന്റെ പ്രസംഗം അങ്ങനെ, എനിക്കങ്ങനെ അറിയാവും. ഡോക്ടർ ഒന്ന് വിശ്രമിക്കും, 2 ആഴ്ച വിശ്രമിക്കാൻ പറഞ്ഞു. ഞാനത് കിട്ടിയപ്പോൾ 3 മാസം വിശ്രമിച്ചു എന്നുള്ളൂ, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. കോയക്കുട്ടി ഉസ്താദിനോട് ആരോ പറഞ്ഞ ബാക്കിയുടെ സൗണ്ട് പോയി. അള്ളാഹു ആ കുട്ടിയുടെ പ്രസംഗം നല്ല പ്രസംഗമാണ്, അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ. അള്ളാഹു മഹാനവറുകൾ കാഫിയത്ത് ആദ്യം കൊടുക്കട്ടെ. സയ്യിദ് ഹൈദരലി തങ്ങൾ അടുത്തുണ്ട്, തങ്ങൾ കേട്ട ഉടനെ പറഞ്ഞു അള്ളാഹു ശബ്ദം തിരിച്ചു കൊടുക്കട്ടെ. തങ്ങളുടെ അടുത്തിൽ ആര് പോയാലും പറയും ബാക്കവി വിളിച്ചോ, ഗതിർവാക്കി വിളിച്ചോ, അത്രയ്ക്ക് സ്നേഹം തന്നെയാണ്. അള്ളാഹു മഹാന്മാർ നമ്മുടെ ആദർശത്തിന്റെ ഇരുവശമാണ്. അള്ളാഹു കാഫിയത്ത് ആരോഗ്യം കൊടുക്കുക. അത് ആ മതി, ശരിയായി. 2 ആഴ്ച കഴിഞ്ഞപ്പോ ശരിയായി. എന്നാ ഇനി ഇത് വരല്ലേ എന്നും പറഞ്ഞിട്ട് അജ്മീറിലേക്ക് യാസിമോദി വരും. കഴിഞ്ഞല്ലോ ഇവന്റെ കഥ. അതുകൊണ്ട് ഡോക്ടറുടെ കർശന നിർദ്ദേശമാണ് കൂടുതൽ സംസാരിക്കരുത്. 2 മണിക്കൂർ 12 മണിയാകുമ്പോൾ കിടന്ന് ഉറങ്ങണം, ഉറക്കം കളയരുത്. എവിടെ അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഖുർആൻ പഠിക്കുക. ലോകത്തിന്റെ ഏറ്റവും വലിയ ദാർശനിക ഗ്രന്ഥമായ ഖുർആന്റെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരായത്ത് നിങ്ങൾ കോരിയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാ. നരകം പറയോ പേടിക്കട്ടെ ഉസ്താദ് എന്ന് പറഞ്ഞില്ലേ? ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത് ഞാൻ ഓതാൻ പോവുക. അറിയാവുന്നൊരു കൂടെ ഓതണം. ഓതൂല്ലേ? ഇന്ന ജഹന്നമ കാനത് മിർസാദാ ലിത്വാഗീന മആബാ ലാബിസീന ഫീഹാ അഖാബാ ലാ യദൂഖൂന ഫീഹാ ബറദൻ വലാ ശറാബാ. ഓർമ്മനെ അവരൊക്കെ ഇതാണ് ഖുർആനെ കുറിച്ചുള്ള അറിവെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഓരാൻ പറഞ്ഞു. എല്ലാരും ഒരു സാറേ അമ്മയ്ക്ക് കീഴ്പോട്ട് അറിയാം. അമ്മയ്ക്ക് കീഴ്പോട്ട് അധികം ഒന്നും അറിയില്ല. അമ്മയ്ക്ക് കീഴ്പോട്ട് അറിയാം. അമ്മയ്ക്ക് കീഴ്പോട്ടാണിത്. ഇതൊക്കെ ഓരന്റെ ആയത്തല്ലേ. അള്ളാഹുവിന്റെ ഖുർആൻ പറയാ സഹാബത്തിന്റെ മുമ്പിൽ നരകത്തെ കുറിച്ചുള്ള ആയത്തിറങ്ങി. ഇന്ന ജഹന്നമ കാനത് മിർസാദാ
ജഹന്നമെന്ന കത്തിക്കാളുന്ന നരകം തന്നെ പല രീതിയിലാ. ആ പല രീതിയിലുള്ള നരകത്തിലെ ഏറ്റവും വലിയ നരകമാണ് ഏറ്റവും ചൂടുള്ള തീ നരകത്തിന്റെ ജഹന്നമെന്ന നരകത്തിന്റെ തീയാ. ആ ഏറ്റവും ഭയാനകരമായ തീഷ്ണമായ ചൂടുള്ള ജഹന്നമ്, ആ ജഹന്നമന് അല്ല പറയാ, അഹങ്കാരികളായ എന്തൊക്കെ പറഞ്ഞാലും ജീവിതത്തിന് മാറ്റത്തിരുത്തലില്ലാതെ തിന്മയുടെ വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകൾക്കാണ് ജഹന്നമെന്ന നരകമുള്ള. ആ നരകത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഇത്രയും വലിയ ദൂരം താണ്ടി വന്നിട്ട് ഈ പ്രഭാഷണത്തിൽ തിരിച്ചു പോകുമ്പോ ഇത് മനസ്സിലുറങ്ങുമ്പോൾ ഒരു പേടിപ്പെടുത്തലായി വേദനമായി ഭയാനകമായി മാറാ സഹങ്ങളുടെ മണ്ണെന്ന് മണരുടെ ആ ജഗന്നമണ്ണ ഏറ്റവും ചൂടുള്ള നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ ആ നരകത്തിൽ കിട്ടുക ആ നരകത്തിലെ തണുപ്പെന്ന് പറയുന്നൊരവസ്ഥയില്ല ചെറുപ്പക്കാരാ. ആ നരകത്തിന്റെ ഭക്ഷണവും ചൂടാ, അതിന്റെ പാനീയവും ചൂടാ, അതിന്റെ വസ്ത്രവും ചൂടാ, അതിന്റെ തണലും ചൂടാ. ചൂടുകൊണ്ട് മാത്രം നിറക്കപ്പെട്ട നരകമാ. ആ നരകത്തിൽ ഇല്ല ഹമീമൻ ആ നരകത്തിലെ ഹമീം കൊണ്ട് നിറച്ചു വെച്ചിരിക്കുകയാ. എന്താ ഹമീം എന്നറിയോ? എന്താ ഹമീം എന്നറിയോ? ജഹന്നമെന്ന നരകത്തിന്റെ തീഷ്ണമായ ചൂടിൽപ്പെട്ട് ശരീരഭാഗം മുഴുവനും കറുത്ത് കരുവാളിച്ച് മാംസം മുഴുവനും കരിയുമ്പോ ചൂട് സഹിക്കാൻ കഴിയാതെ നരകവാസികൾ കിടന്ന് നിലവിളിക്കുമ്പോ നരകത്തിൽ കിടന്ന് നിലവിളിക്കുമ്പോ അവര് നരകത്തിന്റെ അങ്ങേ ഭാഗത്തിന് ജലാശയം കാണുകയാ, ഒരു പുഴ ഒഴുകുന്നത് കാണുകയാ. മുഹമ്മദ് കബീറിന്റെ പ്രസംഗത്തിന്റെ ഗരിമ കൂട്ടാനുള്ള വാക്കുകളുടെ കസർത്തുകളല്ല, ഇത് ഖുർആന്റെ വചനമാരിയാണ്. നാവിന്റെ മുമ്പിൽ ഒരു പുരയായി, ഹൃദയത്തുമ്പിൽ ഒരു മധുരമായി മാറിയ ഖുർആൻ. നരകത്തിൽ കിടന്ന് തീരെ കിടന്ന് വെന്തുരുകുന്നവൻ വെള്ളം കാണുമ്പോൾ പ്രതീക്ഷയോടെ ഓടുമ്പോൾ ജഹന്നമെന്ന നരകത്തിൽ നിന്ന് നരകവാസികൾ ആ ജലാശയത്തിലേക്ക് ഓടുകയാ. അവിടെ ചെന്നാൽ തീയൊന്ന് കുറക്കാൻ വെള്ളം കിട്ടുമല്ലോ. ആ നരകത്തിന്റെ മറുഭാഗത്ത് കണ്ട ജലാശയത്തിലേക്ക് ഓടി ചെല്ലുമ്പോ അവിടെ ചെല്ലുമ്പോ ഒരു വെള്ളമല്ല, പിന്നെന്താണെന്നറിയോ? അത് ഹമീം എന്ന് പറയുന്ന ചീഞ്ചരം വന്ന് കുമിഞ്ഞുകൂടിയതാ. ആ ഹമീം തിളച്ചു പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഹമീമിന്റെ പുഴയാ. ആ തിളച്ചു പറയുന്ന ഹമീം എന്ന് പറയുന്ന ചീഞ്ചരത്തിന്റെ ചൂടേറ്റ് ഓടിച്ചെന്നവരുടെ മാംസം മുഴുവനും കരിഞ്ഞ് തൊലി മുഴുവനും കറുത്ത് കരിവാളിച്ച വെള്ളത്തിലേക്ക് വീഴുമ്പോ അവര് വരെ മസ്തികൂടങ്ങളായി മാറുകയാ. പെങ്ങളെ ഒത്തോ മാംസഭാഗങ്ങൾ അന്യപുരുഷന്റെ മുമ്പിൽ തുറന്നിട്ട് കൊടുക്കുന്ന തലമറക്കാർ ഔറത്ത് കാണിച്ച് ലോകത്തിന്റെ മുമ്പിലൂടെ നടക്കുന്ന കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടി അലയുന്ന സ്വാന സൗന്ദര്യ പ്രദർശന മത്സരത്തിന് സമ്മാനം മോഹിച്ചിട്ട് പുമറേനിയൻ പട്ടിക്കുഞ്ഞുങ്ങളെ മടിത്തട്ടിലിരുത്തി പാലൂട്ടുന്ന പട്ടണത്തിലെ കൊച്ചമ്മമാരുടെ പുറകെ പോയ എന്റെ പ്രിയപ്പെട്ട മലബാറിലെ പെണ്ണ് ഓത്തുകൊള്ളുക. അവരുടെ മാംസം ചുരുങ്ങു മാറിയിട്ട് അസ്ഥികൂടമായി മാറുമ്പോ അവിടുത്തെ ചൂട് സഹിക്കാൻ കഴിയാതെ അവർ വീണ്ടും നരകത്തിലേക്ക് തിരിച്ചോടുകയാ. അങ്ങകലെയുന്ന നരകത്തിലേക്ക് ഓടിക്കൊണ്ടുപോകുമ്പോ ഓട്ടത്തിന്റെ ഇടയിൽ അവർക്ക് ദുനിയാവിനെ ഓർമ്മ വരും. എന്താ ഓർമ്മ വരിക? ഭാര്യയല്ല, മക്കളെയല്ല. ദുനിയാവിൽ ഒരു ഗ്ലാസ് വെള്ളം കുറച്ചു നേരം കഴിഞ്ഞാൽ തണുക്കുമല്ലോ. ചൂടുള്ള വെള്ളവും കുറെ കഴിയുമ്പോ തണുക്കുമല്ലോ. അതുകൊണ്ട് ഈ ഇരിക്കുന്ന വെള്ളം എനിക്ക് ഒടിച്ചു വെച്ചത് വെക്കുമ്പോ ചൂടാ. ഇപ്പൊ അത് തണുത്ത് വല്ലാതെ തണുത്തുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തങ്ങൾ കണ്ട ഹമീം എന്ന് പറയുന്ന ആ ജലാശയത്തിന്റെ വെള്ളം ഓടി വരുന്നതിന്റെ ഇടയിൽ തണുത്തിട്ടുണ്ടാകുമെന്ന് കരുതി വീണ്ടും തിരിച്ചവര് ഹമീമിലെ ഓടുകയാ. അങ്ങനെ ഹമീമിലെത്തുമ്പോ സുബ്ഹാനല്ലാഹ്, ഹമീം തണുത്തിട്ടില്ല. തണുക്കണ
തണുക്കണമെങ്കിൽ അത് ചൂടാക്കിയതാവണ്ടേ. ദുനിയാവിലെ വെള്ളം തണുക്കുന്നത് അതും തീ വെച്ച് ചൂടാക്കുന്നത് മണ്ണാണ്. പക്ഷേ ഹമീമിനുള്ള പടച്ചപ്പ തന്നെ ചൂടാ, അതിന് തണുപ്പെന്ന് പറയുന്നൊരു അനുഭവമില്ല. വീണ്ടും അവര് തിരിച്ച് നരകത്തിലേക്കോടും. പകുതി വരുമ്പോൾ ദുനിയാവിന് ഓർമ്മ വരും, വീണ്ടും അവര് ഹമീമിലേക്കോടും. അവിടെ നിന്ന് തിരിച്ച് നരകത്തിലേക്കോടും. ഇതൊന്നും ഞാൻ തന്നെ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതല്ലേ. യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ. അവര് ഹമീമിന്റെയും നരകത്തിന്റെയും ഇടയിലെ തവാഫ് ചെയ്യുമെന്ന്, യതൂഫൂന ഓടി നടക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. തീർന്നില്ല സഹോദരങ്ങളെ, ഈ ആയത്ത് കേട്ട സഹാബത്ത് നിലവിളിച്ച് കരയാൻ തുടങ്ങി. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നരകത്തിലെ ഖുർആനിലെ ഏറ്റവും ഭീകരമായ ആയത്തോയി നബി മുഹമ്മദ് മുസ്തഫ ഈ നിലാമുറ്റത്തെ മക്ബറയുടെ മഹാന്മാരുടെ ചാരത്ത് വന്ന് ഞാനും നിങ്ങളും പിരിയുമ്പോ ഏറ്റവും ഭീകരമായ ആയത്ത് നിങ്ങളോട് ഞാൻ പകർന്നു തരികയാ. നരകത്തിലെ കിടക്കുമ്പോ അവസ്ഥ എന്തെന്നറിയോ? ഒന്നാമത്തെ ദിവസത്തെ ശിക്ഷയല്ല നരകത്തിലെ രണ്ടാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസത്തെ ശിക്ഷയല്ല മൂന്നാമത്തെ ദിവസം. ഓരോ ദിവസവും ശിക്ഷ ഇങ്ങനെ കൂടുകയാ. ഓരോ ദിവസവും ശിക്ഷ കൂടി വരും. 1000 വർഷം നരകത്തിൽ കിടന്നവന്റെ ദുആ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്നല്ല റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ആദ്യത്തെ ദിവസത്തെ ശിക്ഷയിലേക്ക് എന്നെ ഒന്ന് തിരിച്ചു കൊണ്ടുപോകണേ അല്ലാ. അങ്ങനെ അവരെ പടച്ച റബ്ബിനോട് നിലവിളിക്കുമ്പോ അല്ലാഹു അവരോട് പറയുന്നതാണ് ഖുർആനിലെ ഏറ്റവും ഭീകരമായ ആയത്ത്. അവരോട് പറയുമത്രേ, അല്ലാഹു അവരോട് പറയുമത്രേ, ഇല്ല ഇല്ല, നിനക്ക് ഞാൻ നരകത്തിലെ ശിക്ഷ തിരിച്ചു തരില്ല. ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബാ. ഓരോ ദിവസവും നിനക്ക് ശിക്ഷ ഞാൻ കൂട്ടി തരികയാ. ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആയത്തോറിയപ്പോ ഉമർ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞ് ബോധം കെട്ട് താഴെ വീണില്ല. മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഫമാസ്ബറഹും അലന്നാർ, ഞെട്ടിപ്പിക്കുന്ന മുന്നറിയിപ്പിതാ. ഇന്നമാ അന നദീറും മുബീൻ, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയതാണ്. നരകത്തെക്കുറിച്ച് ഓർക്കണേ, നരകത്തിന്റെ ശിക്ഷ ഓർക്കണേ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹുവേ. ഇല്ലാഹി ലസ്തു അല്ലൽ ഫിർദൗസി അഹിലാ വലാ ഖുവാ അലാ നാരിൽ ജഹീമി. സ്വർഗ്ഗത്തിൻ നരകഞ്ഞാൽ ഇലാഹി, നരകത്തെ ക്ഷമിക്കില്ലെന്നിലാഹി. അല്ലാഹു നമുക്ക് നരകമോചനം നൽകട്ടെ. വ്യഭിചരിച്ചവന് മാത്രമല്ല നരകമുള്ളത്, കള്ളുപിടിച്ചവന് മാത്രമല്ല നരകമുള്ളത്. നരകത്തിലൊരു അവകാശിയെ ഞാൻ പറഞ്ഞു തരാം. അതിന് രക്ഷപ്പെടാൻ ശ്രമിക്കൂ, രക്ഷപ്പെടാൻ ശ്രമിക്കൂ. നമ്മുടെ അവസാനത്തെ ദുആ നടക്കുക. ഒരാൾക്ക് നരകമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അതിന് രക്ഷപ്പെടാൻ ശ്രമിക്കൂ. എന്നുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി നോക്കട്ടെ. ആത്മാർത്ഥതയോടെയാണ് 5 മിനിറ്റ് എഴുതി സത്യം. ഒരു ചെറിയ സുഹൃത്ത്, ഞാൻ ഇന്ന് ഖുർആൻ അല്ലാതെ പറഞ്ഞു ഓടിയിട്ടില്ല, എന്റെ വെളിയിലോട്ട് ഞാൻ പോയിട്ടില്ല. ويل لكل همزة لمزة الذي جمع ماله وعددا يحسب أن ماله أخلدا كلا لينبذن في الحطمة وما أدراك ما الحطمة. ഖുർആൻ പറയാണ്, വൈലെന്ന നരകം, ആ നരകം വ്യഭിചരിച്ചവനല്ല, കള്ളുപിടിച്ചവന് മാത്രമല്ല. വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസ അല്ലദീ ജമഅ മാലഹു വഅദ്ദദാ. അല്ലാഹു നൽകിയ സമ്പത്ത് ഒരാൾക്കും കൊടുക്കാതെ, ഒരു നന്മയ്ക്ക് പോലും കൊടുക്കാതെ വൈകുന്നേരം എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ട് അവനവൻ തന്നെ അനുഭവിക്കുന്ന മുതലാളി, അവനാണ് അല്ലാഹു ഹുക്മ എന്ന നരകം നൽകുക. അല്ലാഹു കാക്കട്ടെ. ആർക്കാണ്?
ഉത്തമയെന്ന നരകം അവന്റെ വിചരിച്ചവനല്ല. അല്ലവീ റബ്ബ് കൊടുത്തതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് അവനവൻ തന്നെ അനുഭവിച്ചിട്ട് യതീംഖാനയ്ക്ക് കൊടുക്കില്ല, സ്വലാത്തിന് കൊടുക്കില്ല. പിശുക്കിന്റെ ഉദാഹരണമായി സ്വന്തം സമ്പത്താണ് തന്നെ രക്ഷിക്കുന്നതെന്ന് മൂഢസ്വർഗം പണിയുന്നവനെ അവനാണ് ഉത്തമയെന്ന നരകമെന്ന് ഹബീബായ നബി വാക്കുകൊണ്ട് ഓതിയിട്ട് പറഞ്ഞു വിശുദ്ധ ഖുർആൻ. നിസ്കാരത്തെ രംഗത്ത് ഉണ്ടാവും, പക്ഷെ പൈസ തന്റെ ദൈവമാണെന്ന് കരുതിയിട്ടുണ്ടാവും. അല്ലാഹു കാക്കട്ടെ. സക്കാത്ത് കൊടുത്തിട്ടുണ്ടാവില്ല, സക്കാത്ത് ഫർളാണ്. എന്നോട് ആർക്കും പടക്കം തോന്നിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ പ്രബോധകനാണ്. ഒരാളെ ഈ സോപ്പിടൽ എന്റെ വിഷയം. സക്കാത്ത് കൊടുത്തിട്ടില്ലാവില്ല, ഉത്തമ എന്ന നരകമാണ്. അവൻ പണത്തിന് ദൈവമായി കരുതിയവനാണ്. ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു നബിയേ യാ റസൂലല്ലാഹ്, നബിയേ ഉത്തമ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? പൈസയുടെ മുകളിൽ അത്യാഗ്രഹത്തോടെ കടന്നുറങ്ങിയവൻ നാളെ പരലോകത്തെത്തുമ്പോ മലക്കുകൾ അവന്റെ പെരടിയിലും പിടിക്കും, അവന്റെ കാലിലും പിടിച്ചിട്ട് നടുഭാഗത്തേക്ക് മുട്ടുപോലെ കയറ്റിയിട്ടുന്നോലെ അവനെ രണ്ടായിട്ട് ഒടിച്ചിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കഴുത്തുമേല് പിടിക്കും, കാലുമേല് പിടിക്കും. പെണ്ണുങ്ങള് വിറകൊടിച്ചിട്ട് അടുപ്പി വെക്കണതുമാര് ഓരോടി അങ്ങോട്ട് ഓടിക്കും, വലിച്ചെറിയും. വിഷമം തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? ഇത് കബീർ വാക്ക് പൈസ പിരിക്കാൻ പറഞ്ഞതല്ല. കമ്മാടികൾ വരുമ്പോ അവന്റെ തെരടിയിലും അവന്റെ കാലിലും പിടിച്ചിട്ട് നരകത്തിലേക്ക് വലിച്ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പണം എന്തിനു വേണ്ടിയാ? റമളാനിന്റെ സുഹൃത്ത് ഷുഐബ് കലേരി സംഘടിപ്പിച്ച റമളാൻ പ്രഭാഷണത്തിന് വന്ന് ഞാൻ വഹദിനെ വിളിച്ചിട്ട് ഉദ്ഘാടനത്തിന് മട്ടന്നൂർ പള്ളിയുടെ വഹദിനെ വിളിച്ചിട്ട് വരാൻ പറ്റിയില്ല. അവർ നിസ്കരിക്കാൻ കയറിയപ്പന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മലബാറിന്റെ പ്രിയപ്പെട്ട പ്രഭാഷകൻ അല്ലാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. മുസ്തഫാഹുദബി ആക്കോട് ഹജ്ജിന്റെ വേളയിലാണ്. അല്ലാഹുവേ നീ സ്വർഗം പ്രദാനം ചെയ്യണേ തമ്പുരാനെ, അല്ലാഹുവേ സ്വർഗം പ്രദാനം ചെയ്യണേ റബ്ബേ. നിർബന്ധപൂർവ്വം ലോഹർ നിസ്കരിക്കാൻ കയറവേ ഒന്ന് പ്രഭാഷണം നടത്താമെന്ന് 10 മിനിറ്റ് മട്ടന്നൂർ പ്രസംഗിക്കുമ്പോ ഏറ്റവും വിശാലമായ മനോഹരമായ പള്ളി ഹുദവി എന്നോട് പറഞ്ഞ് ഞാൻ ചോദിച്ചു, ഹുദവി ഈ പള്ളി പണിതിട്ട് ഇത്രയും വലിയ കോടിയുടെ പ്രൊജക്ട് നടപ്പാക്കാൻ എങ്ങനെ നിങ്ങൾക്ക് ധൈര്യം വന്നു? അദ്ദേഹം പറഞ്ഞു, എനിക്ക് പല ആളുകളും മഹല്ലിലെ പല ആളുകളും എനിക്ക് ധൈര്യം നൽകി. അവര് ധൈര്യം നൽകിയപ്പോ എനിക്കതിനകത്ത് പിന്നീട് ആശങ്കയുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞൊരു അബൂട്ടിഹാദിന്റെ മണിയപ്പള്ളി അല്ലാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. അവരൊക്കെ പറഞ്ഞു ഞങ്ങൾ എന്റെ പുറകിൽ പൊളിച്ചുകൊള്ളുക. ആ മനുഷ്യരെ ഇന്ന് ഞാൻ കണ്ടിട്ടാണ് വന്നത്. ആ ഒരു വാക്ക് ഒരു പള്ളിയുടെ മിനാരത്തിന്റെ തക്ബീറായി മാറുമ്പോ മട്ടന്നൂർ മഹല്ല് നിവാസികൾ അല്ലാഹുവർക്ക് സമ്പത്തിന് ബറക്കത്ത് കൊടുക്കുമാറാകട്ടെ, കൊടുക്കുമാറാകട്ടെ. ഇതിനേക്കാൾ വലിയ പ്രശസ്തിയാണ് നിരാമുറ്റത്തിന്. ഒരു മഹല്ലിന്റെ കീഴിൽ 45ഓളം വലിയ സ്ഥാപനങ്ങൾ. അല്ലാഹുവേ നിലനിർത്തണേ, അല്ലാഹുവേ നിലനിർത്തണേ, അല്ലാഹുവേ നിലനിർത്തണേ, അല്ലാഹുവേ. ഇൻഷാ അല്ലാഹ് സലാത്ത് മജ്ലിസാണ്. സലാത്തിനെത്തുന്ന 10,000-കണക്കിന് ആളുകൾ പേമാരി പെയ്തിറങ്ങുമ്പോ ഹബീബായ മുത്തിന്റെ പേര് സലാത്ത് ചൊല്ലിയിട്ട് സ്ത്രീജനങ്ങൾ പോലും നനഞ്ഞുകൊണ്ടാണ് നിൽക്കുക. അവർക്ക് സലാത്ത് ചൊല്ലാൻ ഒരു ഇടം നിർമ്മിക്കാൻ, ഒരു ചെറിയ മുറി തീർക്കാൻ ഈ സലാത്ത് മജ്ലിസിന്റെ സംഘാടകർക്ക് ആഗ്രഹമുണ്ട്. പണം എന്തിനാണ് സഹോദരങ്ങളെ? ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും ഒന്നാമനായ സമ്പന്നനായ തെരഞ്ഞെടുത്ത ലുലു ഗ്രൂപ്പിന്റെ MD MA യൂസുഫ് അലി സാഹിബ് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. കഴിഞ്ഞ റമളാനിൽ ഞാൻ ദുബൈയിൽ പോയി കാണണമെന്ന് പറഞ്ഞ അബുദാബിയിലെ വൈറ്റവറിന്റെ പട്ടാം നിലയിൽ നിൽക്കുമ്പോ ഓരോ കാര്യം പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ വാക്കവി ഈ പണമൊക്കെ എന്തിന്റെ കഥ പറയാനാണ്? ഞാൻ അദ്ദേഹത്തോട് ചില കാര്യം പറഞ്ഞപ്പോ ഞാൻ ഇവിടെ നിന്ന് ഫ്ലൈറ്റിൽ ചാർട്ട് ചെയ്ത സ്വന്തം ഫ്ലൈറ്റിലാണ് പോകുന്നതിന്റെ ഇടയിൽ
ആകാശത്ത് പസഫിക്കിന്റെ മുകളിലെങ്ങാനും ഫ്ലൈറ്റ് എങ്ങാനും തകർന്നു പോയാൽ അദ്ദേഹനോട് പറഞ്ഞടാ എമ്മേ യൂസുഫ് അലി സഞ്ചരിക്കുന്ന ഫ്ലൈറ്റ് തകർന്ന് പസഫിക്കിന്റെ താഴെ വീണാൽ അതിലൂടെ പാഞ്ഞു പോകുന്ന ഡോൾഫിനുകൾ എന്റെ ശരീരത്തെ കൊത്തിപ്പറിച്ച് തിന്നാനല്ലേ ഉള്ളൂ. അവിടെ പിന്നെ പണത്തിനെന്ത് മേൽവിലാസമാണുള്ളത്. ഒരേറ്റവും വലിയ കേരളത്തിന്റെ ധനികന് മനസ്സിനിങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് കേട്ടിട്ട് ഞാൻ പേടിച്ചു ഭയന്നുപോയി. ശരിയല്ലേ? ഫ്ലൈറ്റൊന്ന് തകർന്ന് പസഫിക്കിൽ വീണാൽ ഭാര്യക്കും മക്കൾക്കും കാണാൻ കിട്ടില്ലല്ലോ, ഡോൾഫിനുകൾ തിന്നില്ലേ? ഞാൻ പേടിച്ചു വിറച്ചുപോയി. കാരണം പിറ്റേ ദിവസം എനിക്ക് ഫ്ലൈറ്റാണ് തിരുവനന്തപുരത്തേക്ക്. മനസ്സ് കിട്ടുകിടാ വിറച്ചു. മരണം കേട്ടാൽ വിറക്കാത്തവരാണുള്ളത്. ഞാനിന്ന് ഇറങ്ങുമ്പോ എന്റെ മക്കളോട് നീങ്ങാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. മക്കളെ, പാപ്പ നാളെ രാവിലെ വീട്ടിലെത്തുമെന്നാണ് പറഞ്ഞിട്ടാണ് വന്നത്. 2.5 വയസ്സുള്ള ഹംദമോൾക്ക് മുത്തം കൊടുത്തിട്ടാണ് വന്നത്. ഇന്ന് വൈകുന്നേരം സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് മോള് വിളിച്ചു തിരിയാത്ത ശബ്ദത്തില് എപ്പോഴാണ് വരിക, മിഠായി ഉണ്ടാകുമോ? മിഠായി പൊതിയും കാത്തിരിക്കുന്ന മക്കളുടെ മുമ്പില് നാളെ രാവിലെ കൊല്ലത്തുള്ളന്റെ വസതിയിലെ അഹമ്മദ് കബീർ എത്തുമോ? അതെല്ലാം 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞവന്റെ മയ്യത്താകുമോ എത്തുക? ഇല്ലല്ലോ, അറിയില്ലല്ലോ. ഞാൻ പ്രസംഗിച്ചില്ല പാലക്കാടുകാരി മുഅ്മിന എന്ന പെൺകുട്ടിയെ കുറിച്ച്. എന്നെപ്പോലെ തന്നെ 3 മക്കളാണ്. ആ മക്കളെ വിട്ട് പിരിഞ്ഞിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഹജ്ജിന് പോകുമ്പോ മക്കളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് മുഅ്മിനെ വിട്ടത്. ആ മുഅ്മിന മക്കളെ പിരിഞ്ഞു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് 20 ദിവസത്തേക്കാണ് ഹജ്ജിന് പോയത്, 40 ദിവസമല്ല. മക്കളെ അത്രയും ദിവസം പിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല. ഭാരതത്തിന്റെ മത്താഫിലൂടെ സവാദ്യവതിയല്ലേ. മരിച്ചത് വെള്ളിയാഴ്ച രാവിലാണ്. വെള്ളിയാഴ്ച രാവിലെ ഒരാൾ മരിച്ചാൽ അവനെ ഖബറിൽ ശിക്ഷയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ന് മാത്രമല്ല, വദുവിന്റെ അവസ്ഥയിലല്ലേ മരിച്ചത്. ഒരാൾ വദുവിന്റെ അവസ്ഥയിൽ, വദുവെടുത്ത അവസ്ഥയിൽ മരിച്ചാൽ മലക്കുൽ മൗത്ത് വന്നിട്ട് പറയും നിനക്ക് ഖബറിൽ യാതൊരുവിധ പ്രശ്നമില്ലെന്ന് അസ്രായീൽ പറഞ്ഞിട്ട് റൂഹ് പിടിക്കുകയുള്ളൂ. നിന്നെ ഭാഗ്യവതിയല്ല പെണ്ണെ. 2 കാര്യം വന്ന് വെള്ളിയാഴ്ച രാവിലെ മരിച്ചു. 1 വദുവോടെ മരിച്ചു. 3 അവള് മരിച്ചത് വെള്ളിയാഴ്ച ദിവസം ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. പ്രബലമായ അഭിപ്രായം 40 അഭിപ്രായമുണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായം അത് അസറിന് ശേഷമുള്ള സമയമാണ്. എന്ന പെൺകുട്ടി മരിച്ചത് വെള്ളിയാഴ്ച ദുആ സ്വീകരിക്കപ്പെടുന്ന സമയത്താണ്. 4 ഒരാള് നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നാൽ അവൻ നിസ്കരിക്കാൻ നിന്നവനെ പോലെയാ. അസർ കഴിഞ്ഞ് മഗ്രിബിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മുഅ്മിന മരിച്ചത്. അവള് നിസ്കാരത്തിൽ മരിച്ചവളെ പോലെയല്ലേ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ നിൽക്കുമ്പോ കുത്തേറ്റ് മരിച്ച ആളാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ ഭാഗ്യം മുഅ്മിന എന്ന പെൺകുട്ടിക്ക് കിട്ടിയില്ലേ? തീർന്നില്ലല്ലോ. മോനെ, അവസാനം ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ മണ്ണിലല്ലേ വീണ് മരിച്ചത്. ഹാജറ റളിയല്ലാഹു അൻഹ കബറടക്കിയ മക്കാഫിലല്ലേ മരിച്ചു വീണത്. അവസാനം 6 അവസാനം കണ്ടത് കഅബയല്ലേ. കഅബ കണ്ടിട്ടല്ലേ മുഅ്മിനെ എന്ന പെണ്ണ് മരിച്ചത്. 7 5 വിഭാഗം ആളുകൾ ഖംസത്തും മിനശ് ശുഹദാ. 5 വിഭാഗം ആളുകൾക്ക് ഷഹീദിന്റെ പ്രതിഫലമാ. 1 അൽ മത്ഊനു, വയറിന് അസുഖം വന്ന് മരിച്ചാൽ, വസാഹിബുൽ ഹദമി, എന്തെങ്കിലും മുഖത്തേക്ക് വീണ് കെട്ടിടം തകർന്ന് മരിച്ചുപോയ ആൾക്ക് ഷഹീദിന്റെ പ്രതിഫലമാ. അപ്പൊ മുഅ്മിന എന്ന പെൺകുട്ടി ഷഹീദായിട്ടാണ് മരിച്ചത്. അല്ലാഹു നല്ല മരണം നൽകട്ടെ, നല്ല മരണം നൽകട്ടെ, നല്ല മരണം നൽകട്ടെ. അതുകൊണ്ട് സൗഭാഗ്യത്തിൽ മരിക്കണോ, നന്മയുടെ ഭാഗത്ത് നിലനിൽക്കുക. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിനെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെ ചോദിക്കുകയുള്ളൂ. ഇത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്തിന്റെ സദസ്സാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ വിനീതന്റെ വാർഷിക പ്രഭാഷണം ഏപ്രിൽ
3-ാം തീയതി കുറിച്ചിടണം. ഏപ്രിൽ 3-ാം തീയതി പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തും എന്റെ സ്ഥാപനത്തിന്റെ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നുണ്ട്. 1 ലക്ഷം യാസീനോദി ദുആ ചെയ്യുന്നുണ്ട്. എല്ലാവരും അതിലേക്ക് എത്തുക. ആ സദസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഹബീബായ നബി തങ്ങളുടെ പേരിൽ 4444 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ഏതാഗ്രഹവും സബലീകരിക്കപ്പെടുമെന്നാണ്. ഈ സദസ്സിൽ വെച്ചിട്ട് ഹബീബായ മുത്തിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ വരുന്നവർക്ക് മടനയാടൊന്നിരുന്നിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉറക്കെ ചൊല്ലാൻ മടനയാത്തൊരു മേൽക്കൂര നമുക്കുണ്ടാവണം. ഒരു വലിയ മുറാദ് മനസ്സിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ആദ്യം തന്നെ ഒരു 44,444 രൂപ 44,444 രൂപ ആ സദസ്സിലേക്ക്, ആ പുണ്യമായ സലാത്തിന്റെ മജ്‌ലിസിലേക്ക് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ പറഞ്ഞല്ല, അവസാനത്തെ സ്വലാത്ത് എത്രയെത്ര അത്ഭുതങ്ങൾ നടന്ന സ്വലാത്താണ്, എത്രയെത്ര രോഗങ്ങൾ മാറിയ സ്വലാത്താണ്, എത്രയെത്ര പ്രശ്നങ്ങൾ മാറിയ സ്വലാത്താണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നാളെ ഖബറിലേക്ക് പോയാലും വെളിച്ചം നൽകുന്ന സ്വലാത്തിന്റെ മജ്‌ലിസിന് വേണ്ടി ഇത് മുത്തുനബിയുടെ പേരിലാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകൾ സന്തോഷത്തോടെ പിന്നീട് ഇത് വാഗ്ദാനം ചെയ്ത് പിന്നീട് സംഘാടകരുടെ കയ്യിലെത്തിക്കുക. ഉസ്താദേ ഞാനിത് കൊടുക്കാൻ തയ്യാറാണ്. ഒരു മനസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇത് നിയ്യത്ത് വെക്കണം. അസുഖം മാറാൻ, സ്ഥലം വിറ്റ് കിട്ടാൻ, പ്രയാസങ്ങൾ മാറാൻ, കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകാൻ, കറാമത്തുകളുടെ തലസ്ഥാനമായ നിലാമുറ്റത്തെ മജ്‌ലിസിലേക്ക് ഇൻഷാ അല്ലാഹ് ഒരു 44,444 രൂപ സന്നദ്ധതയുള്ളവർ എഴുന്നേറ്റ് നിന്നോ അല്ലെങ്കിൽ ഒന്ന് കൈപൊക്കിയോ ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുത്തേക്കാം ഉസ്താദേ എന്ന ആഗ്രഹത്തോടെ അല്ലാഹു ഏതാഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ റബ്ബ് സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. 1 ലക്ഷം യാസീനോദി ഏപ്രിൽ 3 ദുആ ചെയ്യുമ്പോൾ 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന സദസ്സാണ്. അവിടെയും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും സന്തോഷത്തോടെ വിശ്വാസത്തോടെ. ആരാദ്യം പറയും ഒരു 44,444 രൂപ ആ സദസ്സിലേക്ക് സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും സദഖ ചോദിച്ചാൽ ആദ്യം എഴുന്നേറ്റ് നിൽക്കും. യാ റസൂലല്ലാഹ് ഞാൻ തരാം നബിയെ. സയ്യിദിനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അല്ലാഹു ആദ്യം പറയുന്ന സഹോദരങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു തആല ന്റെ ബറക്കത്ത് കൊണ്ട് ഏതാഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ പടച്ച തമ്പുരാൻ അതിനെ കബൂലാക്കി കൊടുക്കുമാറാകട്ടെ. ഏതാഗ്രഹമാണ് ഇവിടുത്തെ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മഹാന്മാരുടെ കറാമത്ത് കൊണ്ട് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം ആരാ പറയാ ഒന്ന് കൈപൊക്കിയാൽ മതി ഇൻഷാ അല്ലാഹ്. പിന്നീട് സംഘാടകരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി. ഒരു 44,444 രൂപ ആദ്യം ആരാ പറയാ? തക്കബ്ബൽ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു ചെറുപ്പക്കാരനാണ് റബ്ബേ. എല്ലാവരും ഉറക്കെ ആ ചെറുപ്പക്കാരന് വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലണം. ഏറ്റവും നല്ല സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹൽ ബിഹിൽ ഉഖദു വതൻഫറജു ബിഹിൽ ഖുറബു വതുഖ്ലാ ബിഹിൽ ഹവായിദ് വതുനാലു ബിഹിൽ റഗായിബ് വഹുസ്നുൽ ഖവാതിം വയസ്തസ്കൽ ഗമാമു ബിവജ്ഹിൽ കരീം وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك رحم റഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, ഏതാഗ്രഹത്തോടെ ഈ സഹോദരൻ സദഖ ചെയ്തോ നീ സ്വീകരിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഇവിടെ മുടങ്ങിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ അടക്കം ചെയ്യപ്പെട്ട മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. നന്മ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. പൊന്നുമക്കളെ നീ ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. പടച്ചവനെ ഈ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് ഏറി കുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പടച്ചവനെ അപകടങ്ങളിൽ നിന്ന്, മാരക രോഗത്തിൽ നിന്ന്, എല്ലാവിധ മനപ്രയാസത്തിൽ നിന്ന് ആ സഹോദരനെയും കുടുംബത്തെയും കാക്കണേ അല്ലാഹ്.
അനുഗ്രഹത്തിന്റെ ദിവസങ്ങൾ കൊടുക്കണേ റബ്ബേ. അദ്ദേഹത്തിന്റെ സാമ്പത്തിക മേഖല ഏതാണോ അതിന് ബറക്കത്ത് നൽകണേ അല്ലാഹ്. മുത്തായ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് ആ സദഖയുടെ സഹോദരൻ മരിക്കുന്നതിന് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. സയ്യിദുനാ മുഹമ്മദിൻ വാലിഹി വസല്ലമി. രണ്ടാമത്തെ ആളെ പറയാം. രണ്ടാമത്തെ സന്തോഷത്തോടെ ധാരാളം ആളുകളുണ്ട്, പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവർ. അതൊക്കെ മാറാൻ നിയത്ത് വെച്ച് 98% ക്യാൻസർ വന്ന ആളുകൾ പോലും ഇതേപോലെ എഴുന്നേറ്റ് നിന്നിട്ട് ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞത് ആ സദസ്സിന്റെ ദുആ കൊണ്ട്, സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അൽഹംദുലില്ലാഹ് നന്നായി മാറിക്കിട്ടിയിട്ടുണ്ട്. എല്ലാവരും അതിനുവേണ്ടി കാര്യമായ ഒരു സദഖകൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു സ്ലിപ്പ് സംഘാടകർ നിങ്ങളുടെ കയ്യിൽ തരും, അതിൽ നിങ്ങൾ കൊടുക്കാൻ ഷൈബ് ശ്രീകണ്ഠപുരം. അള്ളാഹു സ്വീകരിക്കട്ടെ രോഗം മാറാൻ. അള്ളാഹുവേ നീ ആ സഹോദരന്റെ രോഗം നീ ശിഫയാക്കണേ അല്ലാഹ്. അയ്യൂബ് നബിയുടെ മാരകമായ രോഗത്തിന് വെറും പച്ചവെള്ളം കൊണ്ട് ശിഫ കൊടുത്ത തമ്പുരാനെ അള്ളാഹുവേ അദ്ദേഹത്തിന്റെ രോഗമേതായാലും നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. അള്ളാഹു പൂർണ്ണ ശിഫ നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ധാരാളം സദസ്സുകൾ ഈ വിനീതന്റെ സദസ്സുകളിൽ വരുന്നത് പ്രസംഗം കേൾക്കാൻ മാത്രമല്ല, ദുആയ്ക്ക് വേണ്ടി അവസാനത്തെ സലാത്തിനും ദുആയ്ക്കും വേണ്ടി പതിനായിരക്കണക്കിന് ആളുകളുണ്ട്. എത്രയോ മാരകമായ രോഗങ്ങൾ, അപകടങ്ങൾ, പ്രയാസങ്ങളൊക്കെ നിരാശയുടെ പടുകുടിയിലേക്ക് പോയത് ഇതുകൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു മാറ്റി തന്നിട്ടുണ്ട്. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും സംഘാടകർ അവിടെയുള്ള ഒരു സ്ലിപ്പുമുണ്ട്. ആ സ്ലിപ്പില് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ ഈ സലാത്ത് മജ്ലിസിന് വേണ്ടി അതെത്രയായിരുന്നു? 44,400 രണ്ട് മൂന്ന് സഹോദരിമാര് സ്വർണ്ണാഭരണം ഈ സദസ്സിലേക്ക് നൽകിയിട്ടുണ്ട്. ജോലിയിൽ ബറക്കത്ത് നൽകാനും മകൾക്ക് ഖൈറായ കല്യാണാലോചന വരാനും ദുആ ചെയ്യാൻ വേണ്ടി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 44,444 വരെ രണ്ടാമതാരം പറയാം. ഇവിടെ വലിയ മോശമാണെന്നിരിക്കുന്നു. സാധാരണ മലപ്പുറത്തൊക്കെയാണ് ഈ സമയം കൊണ്ടൊരു 19 ലക്ഷം രൂപ പിരിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ചെറുത്തിപ്പോ സമയം കൊണ്ട് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം രൂപ. അതിപ്പോ പിരിവൊക്കെ നിർത്തി 2 മണിക്കൂർ പ്രസംഗിക്കുക. അവസാനം 10 മിനിറ്റ് എന്തെങ്കിലും കിട്ടിയാൽ വാങ്ങിച്ചു കൊടുക്കും. ഒത്തിരി പേര് ഡേറ്റിന് വന്നിട്ടുണ്ട്. ആരും പിരിവിന് വേണ്ടിയുള്ള വാതിനും വിളിക്കണ്ട. പിന്നെ പരിപാടി തന്നെ വളരെ കുറച്ച്. അബ്ദുള്ള സിദ്ദീഖ് നഗർ അൽഹംദുലില്ലാഹ് ഭക്ഷണം കഴിച്ചു 25,000 രൂപ. അങ്ങനെ ഈ നിരാമുറ്റത്തേക്ക് സന്തോഷത്തോടെ തരാൻ കഴിയുന്നവരൊക്കെ മുമ്പോട്ട് വരട്ടെ. അല്ലാഹുവേ അദ്ദേഹത്തിന് വലിയ കുറച്ച് ആഗ്രഹങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വീടാൻ വേണ്ടി നിങ്ങളെല്ലാവരും വളരെ പ്രധാനപ്പെട്ട ചില ആഗ്രഹങ്ങളാണ്. അല്ലാഹു അതിനെ സബലീകരിച്ചു കൊടുക്കട്ടെ. മൂസലാത്തിലെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് يا رب صل عليه وسلم. അല്ലാഹുവേ അബ്ദുല്ലാ എന്ന പ്രിയപ്പെട്ട സഹോദരനെ വിനീതന് ഭക്ഷണം ഒരുക്കി കാത്തു നിന്ന പ്രിയപ്പെട്ട കുടുംബം എത്രയോ മുറാദുകൾ അവരെ മനസ്സിലുണ്ട്. നീ അത് ഹാസിലാക്കണേ അല്ലാഹ്. പടച്ചവനെ അദ്ദേഹത്തിനും ഭാര്യയ്ക്കും നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ തമ്പുരാനെ. മാതാപിതാക്കൾക്ക് റാഹത്ത് നൽകണേ അല്ലാഹുവേ. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ സമ്പത്തിൽ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പ്രിയപ്പെട്ട മക്കൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. മക്കളുടെ ചില അസുഖങ്ങൾ നാത്താല് മനസ്സിൽ വലിയ വിഷമമുണ്ട്. അല്ലാഹുവേ നീ ഷാഫിയാണ്, നീ കാഫിയാണ്, നീ മുആഫിയാണ്. അല്ലാഹുവേ ഏത് മരുന്ന് ഏത് ഡോക്ടർ കൊടുത്താലും അതിൽ നീ ശിഫ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ശിഫയാവില്ല. അല്ലാഹുവേ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ മുടങ്ങിയ നന്മയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ആ രോഗങ്ങളെ നീ പൂർണ്ണ ശിഫയാക്കി കൊടുക്കണം
കൊടുക്കണേ തമ്പുരാനെ. എല്ലാവിധ സഹായങ്ങളും നീ ആ കുടുംബത്തിന് നൽകണേ അല്ലാ. വേറെ സഹോദരൻ 10,000 രൂപ സംഭാവന, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഐശ്വര്യം നൽകണേ തമ്പുരാനെ, ഐക്യം നൽകണേ തമ്പുരാനെ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹുവേ. എല്ലാവിധ പ്രയാസത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, ക്ലേശത്തിൽ നിന്ന്, മാറാ രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹുവേ. ആഫിയത്തും ആരോഗ്യവും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ഈ സ്വർണ്ണാഭരണം ഈ സദസ്സേക്ക് സദഖ ചെയ്ത സഹോദരങ്ങൾ നീ മുറാദ് ഹാസിലാക്കണേ അല്ലാ. ഒരു സഹോദരി പ്രിയപ്പെട്ട മകൾക്കൊരു ഖൈറായ ഭരണം കിട്ടാനാണ് അല്ലാഹുവേ. നീ സ്വാലിഹായ ഭരണം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹുവേ. എല്ലാവിധ നന്മകളും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ പോലെ നീ സ്വാലിഹത്തായ പെൺമക്കളാക്കി കൊടുക്കണേ അല്ലാഹുവേ. ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ, ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ദുആയിലേക്ക് കടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ പിരിവൊന്നും ഇപ്പൊ സദസ്സിലില്ല. 10 മിനിറ്റ് പിരിക്കും. എന്നാണ് എല്ലാവരും പരാതി. ധാരാളം ദൂരെ നിന്ന് ആളുകൾ വരും. പ്രസംഗം കിട്ടുന്നില്ല ഉസ്താദേ, പിരിവ് പിരിവ് പിരിവ്. എന്നാൽ ആ പ്രസംഗം നടക്കുന്ന സ്ഥലത്തെ കാര്യങ്ങൾ നടക്കണം. അറബി കോളേജുകൾ, മദാരിസുകൾ, യതീംഖാനകൾ ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട് ഈ വാതുകൊണ്ടാണ്. പണ്ട് ഉമ്മുമാലിക്കത്ത് ഊരി കൊടുത്തത് കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് മദ്രസയിൽ പഠിക്കുന്നത്. ഉമ്മാന്റെ അസുഖം മാറാൻ സഹോദരൻ ഒരു സ്വർണ്ണാഭരണം അല്ലാഹു സ്വീകരിക്കട്ടെ. 10 മിനിറ്റ് പിരിക്കണം. ചിലപ്പോ 10 മിനിറ്റ് കൊണ്ട് 10 കോടി റുപ്യ കിട്ടും. ഒരിക്കൽ വാളുകൊണ്ടപ്പോ ഒരാൾ എഴുന്നേച്ചിട്ടുണ്ട് 1 കോടി ഞാൻ തരാം. അപ്പൊ ഒരാൾ പറഞ്ഞ 50 ലക്ഷം ഞാൻ തരാം. ഒരു ഇഫ്ള് കോളേജിനാണ് തോന്നുന്നത്. 10 മിനിറ്റ് കൊണ്ട് 10 കോടി കിട്ടും. ചിലപ്പോ 10 മിനിറ്റ് കൊണ്ട് 10,000. അതാ നാട്ടിലെ ആളുകളുടെ കൃഷിക്കുന്ന മഹ്ദ് ഫദ്ൽ അനുസരിച്ചിരിക്കും. ആ നാട്ടുകാര് നല്ല സഖികളാണെങ്കിൽ, ധർമ്മിഷ്ഠരാണെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ വേണം എല്ലാത്തിനും കൊടുക്കാൻ. അള്ളാഹു ഇതിനെ നന്മ നൽകട്ടെ. നിലാമുറ്റത്തെ 35ഓളം സ്ഥാപനങ്ങൾ അള്ളാഹു അതിനൊക്കെ നടക്കുന്നത് ഈ മക്ബറയിലെ വരുമാനം കൊണ്ടാണ്. അള്ളാഹു ഇതിനൊക്കെ നിലനിർത്തട്ടെ. ഉമ്മാടെ അസുഖം മാറാൻ ഒരു സഹോദരൻ ഒരു 50 സംഭാവന അള്ളാഹുവെ നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ, അള്ളാഹുവെ സ്വീകരിക്കണേ തമ്പുരാനെ. ആ ഉമ്മാന്റെ അസുഖം നീ പൂർണ്ണ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹുവേ. എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ തമ്പുരാനെ. എല്ലാവിധ നന്മകളും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്തിന്റെ ഏറെ സമയം 12 മണി കഴിഞ്ഞു. നമുക്ക് ദുആയിലേക്ക് കടക്കാം. സംഘാടകർ നിങ്ങളുടെ മുമ്പിൽ വരും. ഈ ദുആയി സലാത്ത് നടക്കുന്നതിന്റെ ഇടയിൽ അവരവരെ കൊണ്ട് കഴിയുന്ന 10,000 ആകട്ടെ, 5,000 ആകട്ടെ, എത്രയാണോ ആകട്ടെ അവരെല്ലാവരും ഇൻഷാ അല്ലാഹ് ഇതിൽ പങ്കാളികളാവുക. സഹോദരിമാരും പങ്കാളികളാവുക. അല്ലാഹു ഈ നിലാ വെളിച്ചത്തെ നമ്മുടെ ജീവിതത്തിന്റെയും വെളിച്ചമായി നൽകുമാറാകട്ടെ. ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ പ്രഭാഷണം പട്ടാമ്പി, മലപ്പുറം ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് വല്ലപ്പുഴയിലാണ്. ചെറുപ്പക്കാരൊക്കെ ഒന്ന് ബാംഗ്ലൂർ ഊട്ടിയൊക്കെ പോണമാര് ന്യൂ ഇയർ പ്രഭാഷണം. ന്യൂ ഇയറിനാണ് അതുകൊണ്ടൊക്കെ 12 മണിക്ക് 1 കോടി ഇസ്തിഗ്ഫാർ ചൊല്ലി ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. പട്ടാമ്പിയിലാണ്. എല്ലാവരും ചോദിക്കും ഉസ്താദേ ഇവിടെ ഒന്നും വെക്കാത്തത് എന്താണ്? നല്ല സ്ഥലവും സൗകര്യമൊന്നും ഇതുവരെ കിട്ടിയില്ല. ഇൻഷാല്ലാഹ് നമുക്ക് ആലോചിക്കാം. എല്ലാവരും ഇൻഷാ അല്ലാഹ് സമയത്ത് ഡിസംബർ 31 പട്ടാമ്പിയിലേക്കൊരു യാത്ര ചെയ്യുക. ആ ന്യൂ ഇയർ പ്രഭാഷണത്തിൽ പങ്കെടുക്കുക. ഇപ്പോഴത്തെ ഹുബ്ബ് റസൂൽ പ്രഭാഷണം ഇൻഷാ അല്ലാഹ് ഡിസംബർ 16, 17 തീയതികളിൽ തലശ്ശേരി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. നിങ്ങൾക്ക് വേണ്ടി എല്ലാവരും പറഞ്ഞേച്ച ഹുബ്ബ് റസൂൽ പ്രഭാഷണം ഇപ്രാവശ്യം ഇൻഷാ അല്ലാഹ് തലശ്ശേരി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഡിസംബർ 16, 17. എല്ലാവരും 17-ാം തീയതി വെള്ളിയാഴ്ച രാവാണ് ലക്ഷക്കണക്കിന് സലാത്ത് ചൊല്ലി മദീനയിലേക്ക് നമ്മൾ സമർപ്പിച്ച് ദുആ ചെയ്യുന്ന ഒരു വലിയ സമ്മേളനം തലശ്ശേരി സ്റ്റേഡിയത്തിലാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നതിന്റെ സുഖമെന്ന് അറിയട്ടെ. 2.5 മണിക്കൂർ കൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ
اللهم صل على محمد أعداد رمل الثرى وسلم صلى الله لما على غدنا محمد خير الرسل طعم المكرم صلى الله مالي حبيب سوى محمد يوم العوان به تبسم صلى الله على السماء سماء محمد جبريل قال له تقدم صلى الله على السماء سماء محمد يوم القيامة لي أنعم صلى الله ميلاد سيدنا محمد أم القرى بلد معلم صلى الله أعمار سيدنا محمد 60 في أم معلم صلى الله اللهم صل على سيدنا محمد والآل أهل البيت سلم صلى الله അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചൊല്ലിയ സ്വലാത്തിനെ സ്വീകരിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ 500 വർഷവും 1000 വർഷങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി സദഖ നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. അതോടൊപ്പം തന്നെ ധാരാളം ഗൾഫിലുള്ള സഹോദരങ്ങൾ, ഷാർജയിലുള്ള ഒരു സഹോദരൻ ഇരിക്കൂറുള്ള ബഷീർ സാഹിബ്, അദ്ദേഹം ഇന്ന് വിളിച്ചെന്റെ നാടിന്റെ അടുത്താണ്, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും ഐശ്വര്യവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആയ്ക്ക് വേണ്ടി എത്രയ ധാരാളം ആളുകളുണ്ട് ഇതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തി ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും വളരെ മനോഹരമായി ഇതിനെ സംവിധാനിച്ച ഇതിന്റെ സ്വലാത്ത് മജ്ലിസിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, പ്രിയപ്പെട്ട വോളണ്ടിയേഴ്സായ ചെറുപ്പക്കാർ, അഷ്റഫ് നിലാമുറ്റം അടക്കമുള്ള കഴിഞ്ഞ പ്രാവശ്യം വരാത്തതിന്റെ പ്രതിഷേധമൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ മാറിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അറിയില്ലേ? ഇല്ല, പ്രതിഷേധമില്ല. നല്ല മനസ്സ്, അള്ളാഹു നമുക്കൊക്കെ അങ്ങനെയുള്ള മനസ്സ് തരട്ടെ. എല്ലാവരും ദുആ ചെയ്യണം എന്ന സൗദിയിലെ ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പൊ അൽഹംദുലില്ലാഹ് വിശ്രമമൊക്കെ കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ റാഹത്തായി. എല്ലാവരും നമ്മുടെ ദുആയാണ് നമ്മുടെയൊക്കെ നിലനിൽപ്പ്. ഇൻഷാ അല്ലാഹ് ഇനി ഉസ്താദ് ബാക്കവി ഉസ്താദ് ശ്രീകണ്ഠപുരത്ത് വരുന്നുണ്ട്. 16, 17, 10, 11 എല്ലാവരും എത്തുക, കേൾക്കുക. ഇനി ഇൻഷാ അല്ലാഹ് 18, 19 തളിപ്പറമ്പ് സർ സയ്യിദ് നഗറിൽ ഇൻഷാ അല്ലാഹ് പുഷ്പഗിരി പ്രധാനപ്പെട്ട 2 ദിവസത്തെ പ്രഭാഷണം. ഇപ്പൊ നമുക്ക് ഏറെ നേരം കാണാനും പറയാനും ഒക്കെ സമയമുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവർക്കും അവിടെ വെച്ച് കാണാം. ആദ്യത്തെ ദിവസം ഖുർആന്റെ തിരുമുറ്റത്ത് ഒരു ഖുർആൻ പ്രഭാഷണം. 2ാമത്തെ ദിവസം ഹദ്റത്ത് ഫാത്തിമ സമകാലിക സ്ത്രീത്വത്തിന്റെ പുനർവായന. പ്രത്യേക ഒരു വിഷയം, 2 വിഷയവും ഇൻഷാ അല്ലാഹ് കേൾക്കാൻ എത്തുക. ദുആ ചെയ്ത സഹോദരൻ 5000 രൂപ അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ പ്രദേശത്ത് ഞാൻ വളരെ വിരളമായിട്ട് വരിക. അത് യാത്ര ചെയ്യാനൊരൽപ്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. വരുന്ന സമയത്ത് കാണാനും അല്ലാഹു ദുആ ചെയ്യാനും ഒക്കെ തൗഫീഖ് നൽകട്ടെ എന്ന ദുആയോടുകൂടി എന്റെ സദസ്സിൽ 6666 നിയ്യത്താക്കിയ ധാരാളം ആളുകളുണ്ട്. അത് നിയ്യത്താക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സ്വീകരിക്കുമാറാകട്ടെ. ഏപ്രിൽ 3-ാം തീയതി വാർഷിക പ്രഭാഷണം 1,00,000 യാസീൻ ഓതി. 3-ാം തീയതി ഏപ്രിൽ 3-ന് ദുആയുണ്ട്. എല്ലാവരും എത്തുക, അതിലേക്ക് യാസീൻ ഓതുക. ഈ വിനീത നേതൃത്വം നൽകുന്ന സ്ഥാപനം ഒറ്റപ്പാലത്ത് 50ഓളം ഹാഫിളീങ്ങളായ വിദ്യാർത്ഥികൾ, ഒരു ഹാഫിളിന് 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യും. ഇവിടെ ഉണ്ടായിട്ടുള്ള മാഷാ അല്ലാഹ് സിദ്ദീഖുലാരിമയുടെ വീട്ടിൽ പെൺകുട്ടികൾക്ക് 25ഓളം. തഖബ്ബലല്ലാഹു ഖുലൂബ തക്ബീർ. എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം, പെൺകുട്ടികൾക്ക് ഹാഫിളാവാൻ എവിടെയെങ്കിലും സ്ഥലമുണ്ടോ എന്ന്. ഇല്ല, ഇപ്പൊ ഒരിടത്തും ഇല്ല. അങ്ങനെ ഒരു സ്ഥലത്ത് സിദ്ദീഖുലാരിമ അല്ലാഹു ആഫിയത്ത് ആരോഗ്യം കൊടുക്കട്ടെ. 22 പെൺകുട്ടികൾ ഹാഫിളത്താവാൻ, ഹാഫിളിന്റെ മാതാപിതാക്കളുടെ തലയിൽ അല്ലാഹു കിരീടം വെച്ചു കൊടുക്കും സ്വർഗ്ഗം.
കബറിൽ വെച്ചാൽ ആദ്യം പുഴുക്കൾ തിന്നാൻ വരും നമ്മുടെ പച്ചമാംസം. കബറിൽ വരുന്ന പുഴുക്കൾ ബഹുമാനിക്കുന്ന ഒരൊറ്റ ശരീരമുള്ളൂ, അത് ഷെയ്ഖ് റാഷിദിന്റേതല്ല. ഷെയ്ഖ് റാഷിദിന്റെ പുഴുക്കൾ തിന്നിട്ടുണ്ടാവും. പക്ഷെ ഹാഫിദിന്റെ ശരീരം കണ്ടാൽ കബറിലെ പുഴുക്കൾ ബഹുമാനത്തോടെ മാറി നിൽക്കും. കാരണം ഖുർആൻ മനപ്പാടാക്കിയ ശരീരമാണ്. കബറിലെ പുതിയാപ്പിളയാണ് ഹാഫിദീങ്ങൾ. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിദീങ്ങളാക്കി തരട്ടെ. അള്ളാഹു ആ സ്ഥാപനത്തെ അള്ളാഹു നിലനിർത്തട്ടെ. അദ്ദേഹത്തിന്റെ വീട് അള്ളാഹു ദാറുസ്സലാമാക്കി കൊടുക്കട്ടെ. ദാറുസ്സലാം എന്ന സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. നിലാമുറ്റത്തിൽ ഹിഫ്ദുൽ ഖുർആൻ തുടങ്ങണം. ഉസ്മാൻ ദാരിമി ഇൻഷാ അല്ലാഹ് തീരുമാനിച്ച തഖബ്ബൽ അള്ളാഹു സ്വീകരിക്കട്ടെ. ആലിക്കുട്ടി ഉസ്താദ് എന്നോട് പറഞ്ഞു അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. വാക്കവി ഈ വടക്കൻ കേരളത്തിൽ ഹിഫ്ദുൽ ക്ലാസ് തുടങ്ങാൻ കാരണം നിങ്ങളുടെ വാലാണ്. ഏതായാലും എന്റെ വാല് കേട്ടിട്ട് ആയിരക്കണക്കിന് ഹാഫിദുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എത്രയോ സ്ഥലത്ത് ശിവപുരത്ത് ഹിഫ്ദുൽ ഖുർആൻ തുടങ്ങി എന്റെ വാലിന് ശേഷമാണ്. ഞാൻ വാല് പറഞ്ഞു പോയ മണ്ണിലൊക്കെ ഒരു ഹാഫിദെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിലാമുറ്റത്തും ഹിഫ്ദുൽ ഖുർആൻ നിങ്ങൾ വിളിച്ചോളി, ഞാൻ വരാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്മാൻദാരിമി 2 മക്കളെ ഹിഫ്ദിന് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അള്ളാഹു 2 കിരീടം കൊടുക്കട്ടെ, ഹാഫിളാക്കി തരട്ടെ. അത് ഉപ്പാന്റെ ആഗ്രഹമാണ്. നിൽക്കാൻ വിഷമമുണ്ടോ? പറഞ്ഞ 2.5 മണിക്കൂറുണ്ട് വിഷമം ഞാൻ അനുഭവിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരട്ടെ. വാപ്പയും ഉമ്മയും തീരുമാനിക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എന്റെ ഉമ്മന്റെ തലയെ തൊട്ടിട്ട് പറഞ്ഞു മോനെ ഹാഫിളാവാൻ പോവാൻ. ഇല്ലെങ്കിൽ ഇന്ന് ഞാനെന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ടാവില്ല. 24 വർഷം തലയിൽ കരിങ്കല്ല് ചുമന്നിട്ടാണ് എന്റെ ഉമ്മ എന്നെ വളർത്തിയത്. അന്ന് 10ാം ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് നല്ല തന്റെ ശരീരവുമുണ്ട്. അന്ന് കൂലിപ്പണിക്ക് പോയാൽ എന്റെ ഉമ്മയ്ക്ക് കിട്ടുന്ന 20 റുപ്യാണ്. ഞാനന്ന് ഉമ്മയുടെ കൂടെ കൂലിപ്പണിക്ക് പോയാൽ ഉപ്പയില്ല, 20 റുപ്യ കിട്ടും. പക്ഷെ എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു ഹാഫിളായിട്ട് വരാൻ. 7 മാസം കൊണ്ട് ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ചാൽ. 24 വർഷം തലയിൽ കരിങ്കല്ല് ചുമന്നിട്ടാണ് എന്റെ ഉമ്മ ഹാഫിളാക്കിയത്. ഹാഫിളായതിനു ശേഷവും ഹോട്ടലിൽ മേശ തുടയ്ക്കാൻ നിന്നിട്ടുണ്ട് ഞാൻ. ഹോട്ടലിൽ 2 ജോലിയാണ്. ഒന്ന് മേശ തുടയ്ക്കാൻ, ഒന്ന് പ്ലേറ്റ് ഇടുവാനും. ഞാൻ പ്ലേറ്റ് ഇടുവാനേ പോകും. കാരണം അന്ന് പാത്രത്തിൽ ആളുകൾ ഇറച്ചിരുന്നു. പകുതി തിന്നിട്ട് കളയും. പാത്രം കഴുകാൻ വരുന്നതിനകത്ത് കളഞ്ഞ ഇറച്ചിയുടെ അവശിഷ്ടം ഉണ്ടാവും. ആരും കാണാതെ വാരി തിന്നാനുള്ള പൊടി കൊണ്ട് ഞാൻ പ്ലേറ്റ് കഴിയിട്ടുണ്ട്. ഹാഫിളായതിനു ശേഷം ആ എന്നെ അള്ളാഹു ദുബൈ രാജാവിന്റെ UAE പ്രസിഡന്റ് കൊട്ടാരത്തിൽ ഒരു അത്താഴം കഴിക്കാൻ വിളിച്ചു. പിന്നെ എന്റെ റബ്ബിനോട് എനിക്ക് എന്ത് ശുക്ര ചെയ്യാൻ. അള്ളാഹു നമ്മളെ തളത്തിലെ കുഞ്ഞുങ്ങളെ ദാരിദ്ര്യത്തിന്റെ പടുകുടിയിൽ കടന്നവൻ ഇതുവരെ എത്തിയെങ്കിൽ ഹാഫിദ് മുസ്ലിയാരുമായ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് നിങ്ങൾ ഭയക്കണ്ട. ദാരിദ്ര്യത്തിന്റെ കൊടും പട്ടിണിയിൽ നിന്നാണ് ഞാൻ ജീവിച്ചത്. അള്ളാഹു ഇന്നെ ഉയർത്താവുന്നതിന്റെ അങ്ങേയറ്റത്ത് UAE പ്രസിഡന്റിന്റെ ദിനർമേശ വരെ എത്തി. അതുകൊണ്ട് മക്കൾ ഹാഫിദീങ്ങളായാൽ അവർക്ക് പിന്നെ ദുനിയാവ് കിട്ടൂല എന്ന് നിങ്ങൾ കരുതണ്ട. ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിലാമുറ്റത്തിൽ ഹിഫ്ദുൽ ഖുർആൻ തുടങ്ങാൻ തീരുമാനിച്ചത് സന്തോഷത്തോടെ അള്ളാഹുവിനെ നിലനിർത്തട്ടെ. ഓരോ ഹാഫിളീങ്ങളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഹാഫിളീങ്ങളാണ് നമ്മുടെ ദുആ. ഇൻഷാ അല്ലാഹ് ഒരു സ്ഥാപനമുണ്ട്, നിങ്ങൾ വരണം. ആ ദുആയിൽ പങ്കെടുക്കണം. 6666 അതിന് നേർച്ചയാക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരിരുന്നോളി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമ്മാ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنحل به اللقد وتنفرد به القرب وتقلى به الحبائج وتنال به الرغائب وغسل الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അർഹമ റഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, നീ കരുണാവാരിധിയാണ്, കരുണാ കടാക്ഷത്തിന്റെ ഉടനാണ്. തെറ്റുകളുടെ കൂമ്പാരങ്ങളും മുതുകിൽ പേറി നിന്റെ മുമ്പിൽ ഞങ്ങൾ യാചിക്കുന്നു. അല്ലാഹുവേ, നിങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ, മാപ്പാക്കി തരണേ അല്ലാ, നിന്റെ സ്വർഗ്ഗം നസീബാക്കണേ അല്ലാ. നീ ഞങ്ങളോട് പുറത്തു തന്നാലല്ലാതെ നിന്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ പോവില്ല തമ്പുരാനെ. പൊറുക്കണേ അല്ലാ, മാപ്പാക്കണേ അല്ലാ. നീ ഗഫൂറാണ് റബ്ബേ, റഹീമാണ് റബ്ബേ, നീ കരുണക്കടലാണ് റബ്ബേ, കരുണാവാദിയാണ് റബ്ബേ. പടച്ചവനെ, ഹബീബായ മുത്തിന്റെ കൊച്ചാപ്പയുടെ കുടൽമാല വലിച്ചെറിഞ്ഞ് ചവച്ചു തുപ്പിയവന് നീ മാപ്പ് കൊടുത്തവനാണല്ലാ. ഈ പാവങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ, മാപ്പ് തരണേ അല്ലാ. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട അവസ്ഥയിൽ ഞങ്ങളുടെ റൂഹിന് വിട പറയാൻ അവസരം ഒരുക്കണേ റബ്ബേ. ഞങ്ങളുടെ റൂഹ് നിന്നിലേക്ക് വരുമ്പോ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ എന്ന സ്വാഗത വചനം കേട്ട്
കേട്ട് വരുന്ന റൂഹുകളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ മരണം നന്നാക്കി തരണേ അല്ലാ. കൊതിപ്പിക്കുന്ന മരണം നൽകണേ റഹ്മാനെ. വിശുദ്ധ ഹജ്ജിന് വേണ്ടി യാത്ര ചോദിച്ച് സർവാളുകളോടും പൊരുത്തം ചോദിച്ച് ബാധ്യതകളെല്ലാം തീർത്ത് അതിൽ അസ്വദ് മുത്തി കഅബ തവാഫ് ചെയ്ത് മിനയിലെ സഫാ മർവയിൽ ഓടിച്ചെന്ന് സംസം കുടിച്ച് അവസാനം അറഫയുടെ മഹാസമ്മേളനത്തിന് രാപ്പകല് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് മുസ്തലിഫയുടെ മണ്ണിൽ കാലും ചവിട്ടി പോയ വഴിക്കാണ് 700-ലധികം ഹാജിമാരുടെ റൂഹിനെ നീ പിടിച്ചത്. പടച്ചവനെ, അവരെത്ര ഭാഗ്യവാന്മാരാണ് അല്ലാഹുവേ. അറഫയോടെ ഹജ്ജ് സമാപിക്കുമല്ലോ റബ്ബേ. ജംറയിൽ എറിയുന്നതോടെ തഹല്ലുലാകുമല്ലോ റബ്ബേ. അല്ലാഹുവേ, ഉമ്മ പ്രസവിച്ച ദിവസത്തെ കുട്ടിയെ പോലെ അറഫയിൽ ദുആ ചെയ്തിട്ടാണ് മിനയിൽ റൂഹ് പോയത്. പടച്ച റബ്ബേ, നീ അവർക്ക് കൊടുത്ത മരണം വല്ലാത്ത കൊതിപ്പിക്കുന്ന മരണമാണല്ലോ അല്ലാ. റബ്ബേ, നീ അവരുടെ റൂഹുകളെ സ്വർഗ്ഗപ്പൂന്തോപ്പിലെ പാറി നൽകുമ്പോ ഞങ്ങളൊക്കെ ഈ ദുനിയാവിൽ ഇങ്ങനെ രാപ്പകലുകൾ സുഖിക്കുന്നു അല്ലാ. ഞങ്ങളുടെ മരണം നന്നാക്കണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള രാത്രിയിൽ പള്ളിയിൽ ഖുർആൻ ഓതിയിട്ട് സുജൂദിൽ കിടക്കുമ്പോ ഞങ്ങളെ നീ വിളിക്കുമോ അല്ലാ? നീ വിളിക്കുമോ അല്ലാ? നീ വിളിക്കുമോ റബ്ബേ? ആ ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, എത്രയെത്ര മലയാളികൾ തിരിച്ചു വരാത്ത ഉമ്മയെയും കാത്തു മുഅ്മിനായ എന്ന പെങ്ങളുടെ മക്കൾ കാത്തിരിക്കുന്നുണ്ട്. ആ ഉമ്മയെ സ്വർഗത്തിൽ കാണാൻ നീ അവസരം ഒരുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ കബറിടം വിശാലമാക്കണേ റബ്ബേ. അതിൽ ഞങ്ങളുടെ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പറപ്പുകളുണ്ട്. ഒന്നുമില്ലാത്ത കാലത്ത് കഷ്ടപ്പെട്ട് വളർത്തിയ ഉപ്പ കബറിന്റെ ഉള്ളിലാണ്, ഉമ്മ കബറിന്റെ ഉള്ളിലാണ്. ഒരു സാഹചര്യവും ഇല്ലാത്ത കാലത്ത് രോഗം വരുമ്പോ തോളിലിട്ടുകൊണ്ട് റോഡിലൂടെ ഓടി ഹോസ്പിറ്റലിൽ പെടുന്നില്ല അല്ലാ. അവർക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ആരോഗ്യമെത്തിയപ്പോ അതിനു മുമ്പേ നീ അവരെ വിളിച്ചുകൊണ്ട് പോയല്ലോ അല്ലാ. ഞങ്ങളുടെ ഉപ്പയ്ക്കും ഉമ്മക്കും വേണ്ടി ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല റബ്ബേ. ഒന്നും അവർക്ക് പാരിതോഷികം കൊടുക്കാൻ കഴിഞ്ഞില്ല അല്ലാ. നിലാമുറ്റത്തെ ഈ പുണ്യമായ സദസ്സിന്റെ സലാത്ത്, ഈ ദുആ ഞങ്ങളുടെ ഉപ്പയ്ക്കും ഉമ്മയുടെ കഷ്ടപ്പാടിന് പകരം കബറിലെത്തിക്കണേ അല്ലാ. അവരെ കബറിൽ നീ കഷ്ടപ്പെടുത്തല്ലേ അല്ലാ. കാണാമറയത്തോളം മണ്ണറ നീ മണിയറയാക്കണേ റബ്ബേ. സ്വർഗീയ നറുമണം ആസ്വദിപ്പിക്കണേ റബ്ബേ. സ്വർഗീയ പുതപ്പ് വിരിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും കണ്ടു കൊതി തീർന്നിട്ടില്ല അല്ലാ. റബ്ബേ, നീ ഇത് കാണാൻ തൗഫീഖ് നൽകണേ റബ്ബേ. സ്വർഗത്തിൽ കാണിക്കണേ അല്ലാ, കാണിക്കണേ അല്ലാ. ഇന്നിവിടേക്ക് വരുമ്പോ തലശ്ശേരിയിലുള്ള ബഗ്ദാദ് എന്ന സഹോദരൻ, ഒരു സഹോദരി മരണപ്പെട്ടു പോയി. സഹോദരിയുടെ മകൻ ഒന്നിച്ചുമ്മയോടുകൂടി യാത്ര ചെയ്യുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. ഉമ്മ കൺമുമ്പിൽ മരിച്ചതിന്റെ ഷോക്കിൽ നിന്ന് മോനിതേവരെ മോചിതനായിട്ടില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. റബ്ബേ, നീ ആ ഉമ്മയെ സ്വർഗത്തിൽ കാണിക്കണേ അല്ലാ, കാണിക്കണേ അല്ലാ. റബ്ബേ, നിങ്ങളുടെ ഉമ്മമാർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. ഉപ്പയ്ക്ക് നൽകണേ റബ്ബേ. അല്ലാഹുവേ, കട്ടിലിൽ കിടന്നെഴുന്നേക്കാൻ പറ്റാതെ വെള്ളം പോലും സ്വന്തമായിട്ട് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങളുടെ ഉപ്പയെങ്കിലും നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. പടച്ചവനെ, ഒന്നിനും കഴിയാതെ കട്ടിലാണെങ്കിലും കയറി വരുമ്പോ മോനെ ഒന്ന് വിളിക്കാൻ ഉപ്പ വീട്ടിലുണ്ടെങ്കിൽ കൽവിന് കുളിരാണ് റബ്ബേ. ഇറങ്ങിപ്പോകുമ്പോ എന്റെ മോൻ ഇറങ്ങിപ്പോയിട്ടുണ്ടല്ലാ, കാക്കണേന്ന് ദുആ ചെയ്യാൻ നിസ്കാരപ്പായ ഉമ്മയുണ്ടെങ്കിൽ അത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ കരുതലാണ് അല്ലാഹുവേ. പടച്ചവനെ, നീ അവർക്ക് ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. ഉമ്മയ്ക്ക് ക്യാൻസറാന്ന് പറഞ്ഞിവിടെ വന്നവരെന്റെ റബ്ബേ, ശിവ നൽകണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ഒരു രോഗവും വരുത്തല്ലേ അല്ലാ. ചെറുപ്പകാലത്ത് ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയവർ നീ അവർക്ക് വാർദ്ധക്യകാലത്ത് രോഗം കൊണ്ട് കഷ്ടപ്പെടുത്തല്ല റബ്ബേ. അല്ലാഹുവേ, അല്ലാഹുവേ, പടച്ചവനെ, ഈ നിൽക്കുന്ന ഓരോരുത്തരുടെയും മാതാപിതാക്കൾക്ക് നീ സ്വർഗം നസീബാക്കണേ അല്ലാ.
റബ്ബേ കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മ ആ കട്ടപ്പാടിന് പകരം സ്വർഗത്തിന്റെ കിരീടമല്ലാതെ മറ്റൊന്ന് പകരമാവില്ല അല്ലാ. നീ അത് നൽകണേ തമ്പുരാന്. ഈ ആമീൻ പറയുന്നവരിലെ പാവങ്ങളുടെ കച്ചവടക്കാർ ബറക്കത്ത് നൽകണേ അല്ലാ. കടം കൊണ്ട് വലയുന്നവരുടെ കടബാധ്യത മാറ്റണേ അല്ലാ. KCR-ലൂടെ ഇത് കേൾക്കുന്ന എന്റെ പ്രവാസികൾ, എന്റെ ഗൾഫ് ലോകത്ത് സൗദി അറേബ്യയിൽ ഷെല്ലാക്രമണം നടക്കുന്ന മലയാളികൾ ഓടി രക്ഷപ്പെടുന്നു, മലയാളികൾ മരിച്ചു വീഴുന്നു. റബ്ബേ നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. പല ഗൾഫ് രാഷ്ട്രങ്ങളിലെ സാമ്പത്തികമായ മാന്യങ്ങൾ, കച്ചവടത്തിൽ ദുഃഖം അനുഭവിക്കുന്നവർ ഞങ്ങളുടെ പ്രവാസികളെ കാത്തോളണേ അല്ലാ. പലരെയും ഭർത്താക്കന്മാര് ഗൾഫിലാണ്, ഉപ്പ ഗൾഫിലാണ്. കാക്കണേ റബ്ബേ. അപകടത്തിൽ നിന്ന് കാക്കണേ അല്ലാ, ആക്സിഡന്റിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ ഗൾഫിലെപ്പോ പോകുമ്പോഴും ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പറഞ്ഞു വിടുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവാസികൾ റബ്ബേ നീ അവർക്കൊരു ദുഃഖവും വരുത്തല്ലേ അല്ലാ. നാട് വിട്ട് വീട് വിട്ട് മക്കളെ വിട്ട് ഭാര്യയെ വിട്ട് മണലാരുണ്യത്തിൽ കഷ്ടപ്പെടുന്ന സാധുക്കൾ നീ അവരെ ഏറ്റെടുക്കണേ അല്ലാ. റബ്ബേ പടച്ചവനെ ഞങ്ങളുടെ ഭാര്യമാർക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും കുടുംബജീവിതത്തിൽ ഖൈറ് നൽകണേ റബ്ബേ. പടച്ചവനെ ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങളുടെ വീടിന്റെ വിളക്കാണ്, നീ ആഫിയത്ത് നൽകണേ അല്ലാ. ഓരോരുത്തർക്കും ഇവിടെ നിൽക്കുന്ന സഹോദരിമാർ ഭർത്താക്കന്മാരെ സൽസ്വഭാവികളാക്കണേ അല്ലാ. അവർക്ക് നൽകിയ മക്കളെ സന്മാർഗത്തിൽ നിർത്തണേ റബ്ബേ. ഞങ്ങളുടെ പെൺകുട്ടികളെ വഴിതെറ്റിക്കല്ലേ അല്ലാ. പടച്ചവനെ വർഗീയ ശക്തികൾ കൂട്ടുകെട്ടി ഞങ്ങളുടെ പെൺമക്കളെ മുഴുവനും ജീവിതത്തിൽ നിന്ന് വഴിതിരിപ്പിച്ചു പോകുമ്പോ കുതന്ത്രങ്ങളിൽ ഞങ്ങളുടെ പെൺമക്കളെ പെടുത്തല്ലേ അല്ലാ. ഈമാൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തിക്കല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ സഹോദരിമാർ ഉമ്മ പെങ്ങന്മാർ അങ്ങകലെ നിത്യവരുടെ ആഫിയത്ത് നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. മക്കളില്ലാത്തവരുടെ മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ നീ സാലിഹാത്തുകളാക്കണേ അല്ലാ. എല്ലാ തളർച്ചയിലും വളർച്ചയിലും ഊന്നുവടിയായി സന്തോഷത്തോടെ നിന്ന എന്റെ പ്രിയപ്പെട്ടവൾ റബ്ബേ നീ അവൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. ഈ ദുനിയാവിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളുടെ വസ്ത്രമലക്കി തന്നവൾ, ഞങ്ങൾക്ക് ഭക്ഷണം വെച്ച് തന്നവൾ, ഞങ്ങളുടെ മക്കളെ പോറ്റി ഞങ്ങൾക്ക് നൽകിയവൾ, ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങളുടെ സമ്പത്താണ് റബ്ബേ. നീ അതിൽ യാതൊരുവിധ കോട്ടവും വരുത്തല്ലേ അല്ലാ. പടച്ചവനെ നീ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങളുടെ പൊന്നുമക്കളാണ്. ഹാഫിളീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ഉസ്മാൻദാരി ഉസ്താദിന്റെ മക്കൾ ഹിഫ്ദിന് പോയി ഹാഫിളാക്കണേ അല്ലാ. ദാരിമിയുടെ വീട്ടിൽ 22 പെൺമക്കൾ ഹിഫ്ദ് പഠിക്കുന്നു റബ്ബേ. ഹാഫിളത്തുകളാക്കണേ അല്ലാ. ഖുർആന്റെ ഭവനമാക്കണേ അല്ലാ. ഞങ്ങളുടെ വീട്ടിലൊരു ഹാഫിളിനെങ്കിലും തരണേ റബ്ബേ. 40 പേരെ ഹാഫിളീങ്ങൾ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യുമ്പോ ഞങ്ങളുടെ കൈപിടിച്ച് സ്വർഗത്തിലെത്താൻ ഒരു ഹാഫിളിനെങ്കിലും തരണേ റബ്ബേ. ഖബറിലെ പുതിയ ആപ്പിളെ തരണേ അല്ലാ. നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെ ഹാഫിളാക്കണേ അല്ലാ. ഈ വിനീതന് നൽകിയ 2 ആൺമക്കൾ എന്റെ പൊന്നുമക്കളെ പടച്ച റബ്ബേ സിനാൻ അഹമ്മദിനെയും ഇഖ്സാൻ അഹമ്മദിനെയും നീ ഹാഫിളും സാലിഹുമാക്കി തരണേ അല്ലാ. എന്നെ പോലെ നിൽക്കുന്ന ഓരോരുത്തരെയും മക്കൾ അവർക്ക് വിലപ്പെട്ടവരാണ്. അവരുടെ ഓരോരുത്തരുടെയും മക്കളെ നന്മയുടെ വഴിയിൽ നിലനിർത്തണേ അല്ലാ. വഴി തെറ്റിക്കല്ല റബ്ബേ, മദ്യപാനികളാക്കല്ല റബ്ബേ. അപകട മരണത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുമ്പോ മക്കളുടെ കബറിടത്തിലേക്ക് പിടിമണ്ണ് വാരിടേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. വൈകുന്നേരം സ്കൂൾ ബസ്സിൽ നിന്ന് മോനിറങ്ങിയതാണ്. ഉമ്മാന്ന് വിളിച്ചു പാഞ്ഞു വരും പട്ടിപ്പല്ലോറി പാഞ്ഞു വന്നു. പിന്നെ കണ്ടത് ചിതറിത്തെറിച്ച പൊന്നുമോന്റെ ശരീരഭാഗങ്ങളാണ്. നിങ്ങളുടെ പൊന്നുമക്കളെ നീ കാത്തോളണേ റബ്ബേ. നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാ, നീ ഏക്കണേ അല്ലാ. അപകട മരണത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളുടെ ശരീരങ്ങൾ മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം കാത്തു കിടക്കുന്ന മരണം വരുത്തല്ല റബ്ബേ. പാതിരാത്രി എന്നില്ലാതെ വാഹനത്തിലാണ് റബ്ബേ. നിന്റെ കാവലല്ലാതെ മറ്റൊരു കാവലില്ല റബ്ബേ. നീ ഞങ്ങളെ കാത്തോളണേ അല്ലാ. പടച്ചവനെ ഇവിടെ നിൽക്കുന്ന ഓരോരോ ചെറുപ്പക്കാരും പഠിക്കുന്നവരുണ്ട്, ബുദ്ധിശക്തി നൽകണേ അല്ലാ. ജോലിയില്ലാത്തവരുണ്ട്, ജോലി നൽകണേ അല്ലാ.
എന്തെങ്കിലും പ്രയാസങ്ങൾ എന്നവരെന്ന് മാറ്റണേ അല്ല. ഇതിന്റെ സംഘാടകർ അത്ര കഷ്ടപ്പെട്ടു, നീ അവരുടെ കഷ്ടപ്പാട് മാറ്റണേ അല്ല. ഈ പ്രവർത്തനത്തിന് വേണ്ടി കയ്യും മെയ്യും മറന്നോടി എന്റെ പ്രിയപ്പെട്ട സലാത്ത് മജ്ലിസിന്റെ സംഘാടകരായ പ്രവർത്തകർ, ആ കുഞ്ഞുങ്ങൾക്ക് നീ ഖൈർ നസീബാക്കണേ അല്ല. ഇതിന്റെ പരിപാലന സമിതി അംഗങ്ങൾ, ഈ നിൽക്കുന്ന നിലാമുറ്റത്തെ മക്ബറയിലേക്ക് പ്രതീക്ഷയോടെ എത്തുന്ന 10,000 പ്രതീക്ഷ സ്ഥാനത്താക്കല്ല റബ്ബേ. അവസാനം മരിക്കുന്ന നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഉറക്കെ പറഞ്ഞ് മരിപ്പിക്കണേ അല്ലാ. കലിമ പറയാൻ നേരത്ത് നാവിനെ കുരച്ചു കളയല്ലേ അല്ലാ. ആരുടെ മണ്ണിലേക്ക് വെക്കുമ്പോ ഖബർ ഞെരുക്കല്ല റബ്ബേ. സ്വർഗ്ഗം നസീബാക്കണേ അല്ലാ. പരലോകത്തിന്റെ ഹിസാബ് ലഘൂകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ കോരി കുടിച്ച് സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ സ്വർഗ്ഗം നസീബാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ. ഇവിടെ പലവിധ ആവശ്യം പറഞ്ഞ സദഖ ചെയ്തവരുണ്ട്. അവരുടെയൊക്കെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. സ്വന്തമായി വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാഹുവേ. പടച്ചവനെ തമ്പുരാനെ അല്ലാഹുവേ, ഞങ്ങളുടെ ഇവിടെയൊക്കെ ആലിമീങ്ങൾ മുത്തഅല്ലിമീങ്ങൾ നീ അവർക്ക് നാഫിയായിരുന്നു നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ ബഹുമാനരായ ഉസ്താദന്മാർ, ബഹുമാനനായ കോയക്കുട്ടി ഉസ്താദ് ക്ഷീണിതനാണ്, രോഗത്തിലാണ്, നീ ആഫിയത്ത് ആരോഗ്യം നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹുവേ. പടച്ചവനെ പ്രിയപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹുവേ. പടച്ചവനെ കോയക്കുട്ടി ഉസ്താദ് നീ ദീർഘായുസ് നൽകി ആ വെളിച്ചത്തെ ഞങ്ങളുടെ മാർഗദീപമായി നീ നിലനിർത്തി തരണേ അല്ലാഹുവേ. പടച്ചവനെ അല്ലാഹുവേ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രവർത്തനവുമായി മുമ്പോട്ട് പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദന്മാർ ദൈവത്തിന്റെയും ജിഹാദിന്റെയും പാതയിലാണ് റബ്ബേ. നീ അവർക്ക് താങ്ങും തണലുമായി നിന്റെ മലായിക്കത്തുകളെ നിയോഗിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹുവേ. പടച്ചവനെ തമ്പുരാനെ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉലമാക്കൾ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട കറമ്പാടി ഉസ്താദ്, അവരെ തർബിയത്തിൽ ഞങ്ങൾ നടത്തണേ അല്ലാഹുവേ. സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെ നിലനിർത്തണേ അല്ലാഹ്. ഈ വിനീതന്റെ സ്ഥാപനത്തെ സഹായിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്, അതിലേക്ക് സദഖ ചെയ്യുന്നവരുണ്ട് റബ്ബേ. ആ ഹാഫിളീങ്ങളുടെ ഖുർആന്റെ പ്രതിഫലം അവർക്ക് നീ നസീബാക്കി കൊടുക്കണേ തമ്പുരാനെ. 24 മണിക്കൂറും എന്റെ കൂടെ നടക്കുന്ന എന്റെ ഡ്രൈവർമാർ അല്ലാഹുവിന്റെ വീട്ടിലൊക്കെ രോഗങ്ങളുണ്ട്, നീ ശിഫയാക്കണേ അല്ലാഹുവേ. കൂടെയെത്തിയ ഉസ്താദന്മാർ നീ ആഫിയത്ത് നൽകണേ അല്ലാഹുവേ. സഹായിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ റബ്ബേ, അവർക്ക് എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. ഫേസൂൽ ഖാദർ സാഹിബിന്റെ ഉമ്മ മരണപ്പെട്ടു ഇന്നലെ, ഖബറിടം വിശാലമാക്കണേ അല്ലാഹുവേ. പന്നിത്തരം കബീർ സാഹിബിന്റെ ഉമ്മ മരിച്ച് 40 ഇന്നലെ. അല്ലാഹുവേ, നീ അവരെ ദറജാത്ത് ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. ഖത്തറിൽ ഇബ്രാഹിം ഹാജി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ മകന് സാലിഹായ സന്താനത്തെ കൊടുക്കണേ അല്ലാഹുവേ. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നൽകണേ അല്ലാഹുവേ. പടച്ചവനെ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഉസ്താദെ ദുആ ചെയ്യണമെന്ന് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാവരും, വിനീതന്റെ പ്രഭാഷണം നടത്തിയ സംഘാടകർ പലരുമുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ ഖൈർ നസീബാക്കണേ അല്ലാഹുവേ. വാളു പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദന്മാർ, പ്രിയപ്പെട്ട സുഹൃത്തിന് ഉസ്താദ് ബാക്കവി ഉസ്താദ്, ബഹുമാനരായ സിംസാറുൽ ഹഖ് ഖുദവി, നവാസ് മന്നാനി, അങ്ങനെ ധാരാളം ഉസ്താദന്മാർ ഈ ദീനിന്റെ ദഅവത്തുമായി നടക്കുന്നുണ്ട് റബ്ബേ. നീ അവർക്ക് ആഫിയത്തും ആരോഗ്യവും നസീബാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. തട്ടിക്കളയല്ല തമ്പുരാനെ. നീ പോന്നു പറഞ്ഞാൽ ഞങ്ങൾ ആരെടുത്ത് ചോദിക്കും അല്ലാഹുവേ. നീ പോന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടവുമില്ല അല്ലാഹുവേ. നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا رحم اباءنا وامهاتنا كما ربونا صغارا. ربنا رحم اباءنا وامهاتنا كما ربونا صغارا. وصل على النبي المصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين. سبحان